9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിക്കുക. தாவீது வாசம் பண்ணின நகரமாகிய அரியேலே அரியேலே ஐயோ, வருஷா வருஷம் பண்டிகைகளை அனுசரித்து வந்தாலும் அரியேலுக்கு இடுக்கம் உண்டாக்குவேன், அப்பொழுது துக்கமும் சலிப்பும் உண்டாகும். അടുത്ത മലയാളം. അയ്യോ അരിയേലേ അരിയേലേ, ദാവീദ് പാളയമറിക്കുന്ന നഗരമേ, ആണ്ടോട് ആണ്ട് കൂട്ടുവിൻ, ഉത്സവങ്ങൾ മുറയ്ക്ക് വന്നുകൊണ്ടിരിക്കട്ടെ. എന്നാൽ ഞാൻ അരിയേലിനെ ഞെരുക്കും, ദുഃഖവും വിലാപവും ഉണ്ടാകും, അത് എനിക്ക് അരിയേലായി തന്നെ ഇരിക്കും. മതി. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ യെരുശലേമിനെ, ജെറുസലേം എന്ന നഗരത്തിൻ്റെ മറ്റൊരു പേരാണ് അരിയൽ എന്ന് പറയുന്നത്. അരിയൽ എന്നുള്ള വാക്യത്തിൽ നമുക്കറിയാം, ഒന്ന് ഏറ്റവും ഉയർത്തപ്പെട്ട ഒന്നിനെയാണ് ഈ ഹരി എന്നൊക്കെ പറയത്തില്ലേ, ദൈവത്തിന് പോലും പര്യായമുള്ള. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം, എൽ ഷദായി, എൽ ട്രക്കേൺ, എൽ എലോഹീം. അപ്പോൾ അതിനോട് ചേർന്ന് പേരുള്ളൊരു ഇതാണ് അരിയേൽ. അപ്പോൾ ഈ അരിയേലിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ, ആർക്കും ഇംഗ്ലീഷുണ്ടോ? ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അതിന് ഏരിയൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുണ്ടല്ലേ ഈ ആൻറ്റിന റേഡിയോ സ്റ്റേഷനിലും റേഡിയോയ്ക്കൊക്കെ ഏരിയൽ വെച്ചിട്ടില്ല. അത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ശിഖരം പോലെ, അതാണ് ഇംഗ്ലീഷിന് ഏരിയൽ എന്ന് കൊടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ അരിയൽ എന്നുള്ള വാക്ക് വേദപുസ്തകം നമുക്ക് 1 ദിനവൃത്താന്തം 11-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ മോവാബ്യരും ഈ അരിയൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നു. ഒരുപക്ഷെ അത് എബ്രായ ഗ്രീക്ക് ഭാഷ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അവിടെ അതിൻ്റെ പ്രാധാന്യം, അവർ പർവ്വതങ്ങളുടെ ശിഖരം എന്നാണ്, അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ ദേവൻ എന്നൊക്കെ മോവാബിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേരിൽ അവിടെ ഒരു വലിയ ശക്തിമാനുണ്ടായിരുന്നു മോവാബ് ദേശത്തിൽ. വായിച്ച് 1 ദിനവൃത്താന്തം 11-22. കാസ്പേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹൂദയുടെ മകനായ ബെനയ്യാവും വീര്യപ്രവൃത്തികൾ ചെയ്തു. അവൻ മോവാബിന്റെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതല്ലാതെ. മോവാബിലെ അരിയേലിലെ 2 പുത്രന്മാർ. അപ്പോൾ അവിടെയും ആ പേര് അവർ ഉപയോഗിച്ചിരുന്നു. ഇസ്രായേൽ യെരുശലേം നഗരത്തിന് ഉപയോഗിച്ച പേര്, അല്ലെങ്കിൽ ആ പേര് നേരത്തെ തന്നെ മോവാബ്യരും അതിനെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ പർവ്വതം, ദൈവത്തിൻ്റെ നഗരം, ദൈവത്തിൻ്റെ സിംഹാസനം, അല്ലെങ്കിൽ ലയൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സിംഹം എന്നൊക്കെ അതിന് പ്രത്യേകമായിട്ട് പേരുകളുണ്ട്. മാത്രമല്ല അതിന് സിറ്റി ഓഫ്, ഈ യെരുശലേമിനെ കുറിച്ച് നമ്മൾ വായിക്കും 125-ാം സങ്കീർത്തനത്തിലെ 125 വായിക്കുമ്പോൾ പർവ്വതങ്ങൾ ചുറ്റി നിൽക്കും. യെരുശലേമിനെ കുറിച്ച് വായിക്കുമ്പോൾ അതാണ് പറയുന്നത്. വായിച്ച് 125-ന്റെ പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ. യെരുശലേമിന് മതിലില്ലെന്നാണ് പറയുന്നത്. യെരുശലേമിന് മതിലില്ലാത്തതിൻ്റെ കാരണം പർവ്വതങ്ങൾ കൊണ്ട് ചുറ്റിയ ഒരു നഗരമാണ്. പർവ്വതങ്ങളുടെ ശിഖരമെന്നൂടെ ഈ വാക്കിന് അർത്ഥമുണ്ട്. അപ്പോൾ പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ നോക്കിയാൽ സിംഹം തലയെടുത്ത് നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യെരുശലേമിന് ചുറ്റിയുള്ള എല്ലാ പർവ്വതങ്ങളും അതിൻ്റെ അഗ്രത്തിൽ, നമ്മൾ എവറസ്റ്റ് കൊടുമുടി എന്ന് കേട്ടില്ലേ, അതിൻ്റെ അഗ്രത്തിലൊരു സ്തൂപം പോലെ ഉണ്ട്. എവറസ്റ്റ് കൊടുമുടിയിൽ ടെൻസിങ് ഹിൽ അരിയൻ കയറുമ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ സൂചിമന പോലെ ഒരു ശിഖരം അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ശിഖരത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്, സിയോൺ ശിഖരം. അപ്പോൾ അത് ദൈവത്തെ കൂടെ വെളിപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ ആ പെർഫെക്ഷൻ അതിനെ വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് യെശയ്യാ 2:2 മീഖ 4:2 ഒക്കെ വായിക്കുമ്പോൾ അന്ത്യകാലത്ത്, അതായത് ഇനി വരാൻ പോകുന്ന ഇസ്രായേൽ ആലയം പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതമാകുന്നതാണ്. വായിച്ച് അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തെ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അപ്പോൾ ഇത് ഇസ്രായേലിനെ കുറിച്ചൊരു പ്രവചനമായിട്ട് അവർ വിശ്വസിക്കുന്നെങ്കിലും വാസ്തവത്തിൽ അത് സകല ജാതികളും ഒഴുകിച്ചെല്ലുന്ന ഒന്നാമത്തെ ആലയം ദൈവത്തിൻ്റെ സഭയാണ്. അത് പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും. അപ്പോൾ അവിടെ പണിത ദൈവത്തിൻ്റെ നഗരത്തിലേക്കാണ് എൻ്റെ ആലയം സകല ജാതികൾക്കുള്ള. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഈ അരിയലിനെ നമ്മൾ വായിച്ചപ്പോൾ ഇതിനെ ഞെരുക്കുമെന്നാണ് അല്ലേ. പർവ്വതങ്ങൾ ചുറ്റി നിൽക്കുന്ന ഒരു വലിയ നഗരം, സ്ട്രോങ് സിറ്റി ഓഫ് മൗണ്ടൻ എന്നാണ്. വീണ്ടും വായിച്ച 125-ന്റെ 2-ാം വാക്യം തമിഴ് പഠിക്കേ. 125 സങ്കീർത്തനം 2.
മലയാളം ഒന്നുകൂടെ വായിക്കാം. പർവ്വതങ്ങൾ യെരുസലേമിനെ സുற்றிலும் இருக்குமாப்போல் നോക്കണം, പർവ്വതങ്ങൾ യെരുസലേമിനെ சுற்றிலும் இருக்குமாப்போல் கர்த்தர் இது முதல் என்றென்றைக்கும். അപ്പോൾ ദൈവത്തിന്റെ സംരക്ഷണമാണ് ഈ യെരുസലേമിന് ഇസ്രായേൽ മുഴുവൻ കൊടുത്തിരുന്നത്. നമ്മുടെ പാസ്റ്റർ കെ.സി. വർഗീസ് ഒരു നല്ല മനോഹരമായ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പർവ്വതങ്ങൾ ചുറ്റി നിൽക്കും ശാലേസമം കാത്തല്ലോ നിൻ ജനത്തെ, പർവ്വതം ചുറ്റി നിൽക്കും ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു സംരക്ഷണം ഓരോ ദൈവവചനമുണ്ട്, അത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ തനിച്ചല്ല, ഇതുപോലെ ഒരു സംരക്ഷണം ഓരോ ദൈവമക്കൾക്കും ഉണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളെ ദൈവം പലപ്പോഴും തനിച്ച് വിട്ടുകളയില്ല, അത് നമ്മൾ അനുഭവിക്കണം. ദൈവത്തിൻ്റെ ആ സംരക്ഷണം അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ പർവ്വതങ്ങൾ ചുറ്റിയിരിക്കുന്ന യെരുശലേം, അതിനെക്കുറിച്ചൊരു പ്രവചനം എന്താ? 2-ാം വാക്യത്തിൽ അരിയേലിനെ ഞാൻ ഞെരുക്കും. ദൈവം തന്നെ അതിനെ വിട്ടുകൊടുക്കാൻ പോവുകയാണ്. അരിയലിനെ ഞെരുക്കുമെന്നാണ്. അങ്ങനെ ഒരു വാക്യം നമ്മൾ മലയാളത്തിനുള്ളിൽ വായിച്ച്, ഞാൻ അരിയലിനെ ഞെരുക്കും. വായിക്കാം. ഞെരുക്കും. ആരെ കൊണ്ട് ഞെരുക്കും? അതിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അരിയേലിന് നേരെ സകല ജാതികളെയും യെരുശലേമിനെതിരായി വരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ത്യ ചൈനയൊക്കെ വലിയ ഹൈവേ തീർക്കുകയാണ്. എന്തുമാത്രം കോടികൾ മുടക്കി ചൈനയിൽ നിന്നൊരു ഹൈവേ, എക്സ്പ്രസ് ഹൈവേ ഇന്ത്യയുടെ ബോർഡറും താണ്ടി, അഫ്ഗാനിസ്ഥാൻ താണ്ടി, ഇറാൻ താണ്ടി, ഇറാഖ് താണ്ടി യെരുശലേമിലേക്ക് ഒരു വലിയ ഹൈവേ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിലെ ഒരു പ്രവചനമുണ്ട്. കിഴക്കൻ സൈന്യങ്ങൾ 16-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നല്ലേ? വെളിപ്പാട് പുസ്തകം 16-ൽ കിഴക്ക് നിന്ന് രാജാക്കന്മാർ യൂഫ്രട്ടീസ് നദി കടന്നു വരുമെന്നാണ്. അപ്പോൾ കിഴക്കൻ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ചൈന, ജപ്പാൻ. ഇപ്പോൾ ജപ്പാനിലൊരു ജനാധിപത്യ നല്ലൊരു രാജാവിനെ, ഒരു ചക്രവർത്തിയാണ്, നേതാവിനെയാണ് ഇപ്പോൾ വെടിവെച്ച് കൊന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഇനിയുള്ള കാലത്തിൽ അങ്ങനെ നല്ലവരെന്ന് പറയുന്നവരല്ല ആവശ്യം. ഒരേ ചിന്താഗതിയോടുകൂടി വരാൻ പോകുന്ന പ്രഭു, ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നില്ലേ? വരാൻ പോകുന്ന പ്രഭു, അതാണ് എതിർ ക്രിസ്തു. അതായത് യേശു നേരത്തെ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, എന്നോട് അവനൊരു കാര്യവും ഇല്ല. പക്ഷെ അവൻ യേശുവിൻ്റെ പേരിലാണ് വരുന്നത്. എൻ്റെ നാമം, യേശുവിൻ്റെ നാമം എടുത്താണ് വരുന്നത്. ഞാൻ യേശുവാണ്, ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ വരുന്നത്. അങ്ങനെ ഇസ്രായേലിനെയും പിന്നെ ഇസ്ലാമിനെയും ക്രിസ്ത്യാനികളെയും ഒരുപോലെ വഞ്ചിച്ച് കളയുക. അതിന് ഇസ്ലാം പറയുന്ന ഒരു ദജ്ജാൽ എന്നാണ്, എതിർ ക്രിസ്തു. നമ്മളതിനെ പറയുന്നത് നമ്മൾ എതിർ ക്രിസ്തു എന്ന് പറയും, ആൻറ്റി ക്രൈസ്റ്റ്. അവൻ വളരെ തന്ത്രപരമായിട്ട് ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലയോ, നാസ പറഞ്ഞിരിക്കുകയാണ് 2013 അങ്ങനെ ഒരു രാജാവിനെ ഞങ്ങൾ വാഴിക്കുമെന്നാണ്. പരിശുദ്ധാത്മാ അനുവദിച്ചാൽ നടക്കും. പരിശുദ്ധാത്മാവ് സഭയും കൊണ്ട് പോകണം, ഇല്ലയോ? തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു, പക്ഷേ തടുക്കുന്നവൻ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയുടെ പൂർത്തീകരണം കഴിയുമ്പോൾ അവരെ കൊണ്ട് പോകുമ്പോൾ അവന് വെളിപ്പെടാൻ കഴിയും. അവൻ്റെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്കുള്ള ഒരു വാക്യമില്ല, അവൻ്റെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്കുള്ള ആ ദുഷ്ടവ്യാപാര ശക്തിയുടെ ആയിരിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും വായിച്ച 16-ാം അധ്യായത്തിൽ കിഴക്കൻ രാജാക്കന്മാർ 12. ആറാം ദൂതൻ തൻ കലശത്തിലുള്ളതായി ആറാമത്തെ ദൂതൻ എന്താ അർത്ഥം? ഈ എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ കാലത്തിൽ 2 പകുതിയാണ്. ഒന്ന്, ആദ്യത്തെ 3.5 വർഷം, രണ്ടാം 3.5 വർഷം, 42 മാസം വീതം. അപ്പോൾ ആദ്യത്തെ അനുഭവം അവൻ്റെ സാമ്രാജ്യം കെട്ടിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സഭയിൽ നിന്ന് ശേഷിപ്പായ ആളുകളെ രക്തസാക്ഷികളായിട്ട് ഇവിടുന്ന് പൂർത്തീകരിച്ചു പോവുകയാണ്. സഭ 3 അനുഭവമുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ പേരിൽ എടുക്കപ്പെടുന്ന മണവാട്ടി. 2, കൈവിടപ്പെട്ട് പൂർണ്ണപ്പെടുന്ന രക്തസാക്ഷികൾ. 3, നല്ലൊരു ശതമാനം കൈവിടപ്പെട്ട് അന്ത്യക്രിസ്തുവിൻ്റെ പേരിലേക്ക് പോകും. ഇപ്പോൾ തന്നെ ഈ വാക്സിനേഷനെ കുറിച്ചെല്ലാം പല അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? മനുഷ്യനെ ഒരു ഏകീകരണത്തിലേക്ക് കൊണ്ടുവരാൻ കൂടിയാണ്. അതായത് ആരോഗ്യമുള്ള മനുഷ്യരെ, ഇപ്പോൾ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് അത് മാറിയെങ്കിലും അതിൻ്റെ അവസാനത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ നെക്സ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ദൈവമല്ലേ? മനുഷ്യൻ കഴിഞ്ഞാൽ പിന്നെ ഇനി അപ്പുറത്ത് മൃഗങ്ങളൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു, ദൈവമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ മനുഷ്യനെ ദൈവമനുഷ്യനാക്കുക, ഗോഡ്ലി മാൻ. അതിനൊരു ബൈബിളിൽ നിന്ന് ഒരു വാക്യം എടുക്കുന്നുണ്ട്. എന്താ? നിങ്ങൾ ദേവന്മാർ എന്ന് യേശു തന്നെ പറഞ്ഞിട്ടില്ലേ?
അപ്പോൾ ഇനി ദേവന്മാർ മതി ഈ ഭൂമിയിൽ നിന്നാണ്. മനസ്സിലാണോ? ഇനി ഭൂമിയിൽ ഈ ഒരുപാട് ജനസംഖ്യയുടെ ആവശ്യമില്ല, ഉള്ളത് ദേവന്മാരായിട്ട് മാറുകയാണ്, എക്സ്ട്രാ ഓർഡിനറി മനുഷ്യരാക്കി മാറ്റാൻ പോവുകയാണ്. പക്ഷെ അവർ പറയുന്ന സത്യം 1000 വർഷത്തിലെ നിറവേറുന്നെങ്കിലും ഇവരിങ്ങനെ ആ രാജ്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ ഏകലോക നേതാവിനെ ഇവർ തിരഞ്ഞെടുത്ത് മുഴുവൻ ലോകത്തെയും ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ രംഗപ്രവേശനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് അവൻ വെള്ളക്കുതിരപ്പുറത്ത് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന അവൻ്റെ ഫസ്റ്റ് അപ്പിയറൻസ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വായിച്ചേ. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു. വില്ലുണ്ട്, പക്ഷെ അമ്പില്ല. അതിൻ്റെ അർത്ഥം എന്താ? സമാധാനം. അവർ സമാധാനം എന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവത്തിന് വരുന്ന പോലെയാണ്. അപ്പം എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോകും. കാരണം അതുപോലെ വളരെ വണ്ടർഫുൾ ടെക്നോളജി, ലോസ്, അതിൻ്റെ റെമീഡി, എക്കണോമിക്കൽ ക്രൈസിസ്, ഇതിനെല്ലാം പരിഹരിക്കത്തക്കവണ്ണം വളരെ വിദഗ്ധമായിട്ടൊരു സിദ്ധാന്തം കൊണ്ടുവരും. എല്ലാ മനുഷ്യരും അംഗീകരിക്കും. ഞാൻ ക്രിസ്തുവാണെന്ന് പറയും. യേശുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും വെളിപ്പെടുത്തും. ആദ്യം നല്ല സൗമ്യനും ശാന്തനും, അവൻ്റെ നോളജോ ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇസ്ലാമും യഹൂദനും എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷല്ലേ. ക്രിസ്ത്യാനികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. ക്രിസ്ത്യാനികൾ തന്നെയും പല വിദ്വേഷങ്ങളില്ലേ. ഇപ്പോൾ യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും അടി തുടങ്ങിയെടുത്തുന്ന ആളായി ഇതുവരെയും. അപ്പോൾ ഈ പിശാച് ഇങ്ങനെ എല്ലാവരും കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം മാറ്റി പുതിയൊരു രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ് മുഴുവൻ ലോകവും. അതുകൊണ്ടാണ് ഇന്ന് ഈ ലോക നേതാക്കന്മാരെല്ലാം ഒരേ ചിന്താഗതിയുള്ളവരായിരിക്കും. ഇപ്പോൾ കേരള മുഖ്യമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി, റഷ്യൻ, ഇതെല്ലാം ഒരു ഏകാധിപത്യ, സോഷ്യലിസ്റ്റ്, ജനാധിപത്യ, പിന്നെ രാഷ്ട്രീയ സ്വേച്ഛാധിപതികളായി മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. കാരണം അത് അവരുടെ കുറ്റമല്ല. ഈ ലോകത്തിൽ വ്യാപിക്കുന്ന വ്യാപാരശക്തി, അന്ധകാരത്തിൻ്റെ വ്യാപാരശക്തി ഇതിനെല്ലാം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ്റെ ആ ഫസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയുന്നത് വളരെ രസമാണ്. വെള്ളക്കുതിര അതേ കാണിക്കുന്നു. വെള്ള വിശുദ്ധിയുടെയും സമാധാനം തന്നെയല്ല. കർത്താവായ യേശു 1000 വർഷത്തിന് മുമ്പ് ഇസ്രായേലെല്ലാം പരാജയപ്പെടുന്ന സമയത്ത് അവസാന യുദ്ധത്തിൽ യേശു വെള്ളക്കുതിരപ്പുറത്താണ് വരുന്നത്. 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് 19 സ്വർഗത്തിലെ സൈന്യം ശുഭ്രവും ശുദ്ധമായ വിശേഷവസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് അവനെ അനുഗമിക്കുന്നു. അപ്പോൾ ഇതേ വെള്ളക്കുതിര എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതലത്തിലാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ ക്രിസ്തുവാണ്, മശിഹ, ലോകസമാധാനം എന്നും പറഞ്ഞുകൊണ്ട് അവനെ മുന്നോട്ട് പ്രവേശിക്കുമ്പോൾ അമ്പില്ല, വില്ല് മാത്രം. വില്ലിതെ കാണിക്കുന്നു. നോഹയുടെ കാലത്തിൽ ഒരു വില്ല്, സമാധാനം. എല്ലാവരും അംഗീകരിക്കും. സകല മനുഷ്യർ, അതായത് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയാത്ത എല്ലാവരും അംഗീകരിക്കും. കാരണം ജീവിച്ചാൽ പോരെ. ഇന്നെല്ലാവർക്കും എന്താ വിഷയം? ജീവിക്കണം, കാശ് വേണം, സമാധാനം വേണം, സ്വസ്ഥത വേണം. ഇന്നത്തെ പുതിയ തലമുറ അങ്ങനെ വയലൻ്റ് അല്ല. ബഹളം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, തെരുവ് കിടന്ന് ഗുസ്തി നടത്തി, അത് ഈ പുതിയ തലമുറ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ജോലി വേണം, സാമ്പത്തികം വേണം, അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അത് ഇന്നത്തെ തലമുറയുടെ ഒരു കൾച്ചറാണ്. അപ്പോൾ അതിനേറ്റവണ്ണം അവൻ എല്ലാവിധത്തിലും ഒരു പുതിയ സിദ്ധാന്തം കൊണ്ടുവരും, മുഴുവൻ ലോകത്തെ അംഗീകരിക്കത്തക്കവണ്ണം. അതാണ് വെള്ളക്കുതിരപ്പുറത്ത്. എന്നാൽ 6:4 വായിക്കുമ്പോൾ ഭരണം തുടങ്ങി കുറേ കഴിയുമ്പോൾ അവസ്ഥ മാറുക. കാരണം അവരുടെ അകത്തിരിക്കുന്ന ഈ ദുഷ്ടശക്തികളാണ്. അപ്പോൾ അവരെ കൊണ്ട് നേരെ ഒരു ഭരണം ചെയ്യാൻ ഒക്കത്തില്ല. എല്ലാം തട്ടിപ്പും വെട്ടിപ്പും ബ്ലാക്ക് മെയിലും നമ്മളിത് പലതും കാണുന്നല്ലോ. അതവർ എടുത്തുകൊണ്ടിരിക്കും. കാരണം അതാണ് ഒറിജിനൽ, മറ്റത് വ്യാജമാണ്. ആദ്യം കാണിച്ച് ജനത്തെ ചതിക്കാനും കളിപ്പിക്കാനും വേണ്ടി കാണിച്ച തന്ത്രമാണ്. രണ്ടാമത് അതിൻ്റെ ഒറിജിനൽ വരികയാണ്. ഇത് മാറ്റാൻ അവരെ കൊണ്ട് ഒക്കത്തുമില്ല. അതുകൊണ്ടാണ് 6:4 കുതിര കളർ മാറി. വായിക്കാം. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ചുവന്ന കുതിര, അതിൻ്റെ അർത്ഥം എന്താ? രക്തരൂക്ഷമായിട്ടുള്ള, എവിടെയും വയലൻസ്. ഇപ്പോൾ വെള്ളക്കുതിര മാറി ആ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണത്തിലെ 2ാം ഘട്ടം വരുമ്പോൾ എല്ലായിടും വയലൻ്റാണ്. യുദ്ധവും വെട്ടിക്കുത്തും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. തീർന്നില്ല. അടുത്ത് 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കുതിരയുടെ കളർ പിന്നെ മാറുകയാണ്. വായിക്കാം. കറുത്ത കുതിരയെ കാണിക്കുന്നു. ക്ഷാമം, ബ്ലാക്ക് മാർക്കറ്റ്. കറുത്ത കുതിര വന്നപ്പോൾ താഴോട്ട് വായിക്കാം. അപ്പോൾ ഞാൻ കറുത്ത കുതിരയെ കണ്ടു.
അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് തുലാസ് കയ്യിലുണ്ട്. എന്താ കാരണം? ക്ഷാമം, ഭക്ഷണമില്ല. ഇപ്പം തന്നെ റേഷനുകളെല്ലാം ഗോതമ്പ് നിർത്തി വരികയല്ലേ. കാരണം ഇല്ല, സാധനമില്ല, ഈ സ്റ്റോക്കെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അളന്നു കുടിക്കും. ഒരുത്തം കഴിക്കേണ്ടത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കൂടെ കഴിക്കേണ്ടത് ഇത്രയായിരിക്കും. ഒരു കുടുംബത്തിന് 1/2 കിലോ അരി, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് 2 കിലോ അരി. എങ്ങനെ ജീവിക്കും? അപ്പോൾ മനുഷ്യൻ കണ്ടടച്ചാണ് എല്ലാം തിന്നാൻ തുടങ്ങും. ഈ 2ാം ലോകമഹായുദ്ധത്തിൽ ഭക്ഷണമില്ലാഞ്ഞ കാലത്തിൽ ഈ ജയിലിൽ നിന്നൊക്കെ ആൾക്കാരെ ജോലിക്ക് വിടുമ്പോൾ അവർ കണ്ട തവളയും അതുപോലെ ലോകമനുഷ്യരും പാമ്പിനെയും തവളയും എല്ലാത്തിനും പിടിച്ച് തിന്നാൻ തുടങ്ങി. കണ്ടിരുന്നെല്ലാം അങ്ങനെ പകർച്ചവ്യാധി തുടങ്ങി. അപ്പോൾ ഈ ക്ഷാമം വന്നു കഴിഞ്ഞാൽ അടുത്തത് പകർച്ചവ്യാധി. അതാണ് 8ാം വാക്യത്തിലെ കുതിര. വായിക്കാം. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. ഖരാൽ നിറമുള്ളൊരു കുതിര. വായിക്കാം. അതിന്മേലിരിക്കുന്നവന് മരണമെന്ന് പേർ. മരണം. നോക്കണം, അനേകര് ഈ പറഞ്ഞ പോലെ മരണം, പിന്നെ മരിക്കാൻ തുടങ്ങും. അങ്ങനെ ക്ഷാമം കൊണ്ടും വാളുകൊണ്ടുമൊക്കെ ഒരു വലിയ സംഹാരം ലോകത്തിലുണ്ടാകാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പ് ഇവൻ്റെ ഭരണത്തിൻ്റെ ആദ്യഘട്ടങ്ങളെല്ലാം വളരെ നന്നായിട്ട് വരുന്നെങ്കിലും പിന്നെല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സമയത്തിൽ അവനെന്ത് പറയും? എല്ലാവരെയും ഈ പറഞ്ഞ പോലെ അവൻ കൊടുക്കുന്ന നമ്പർ വെളിപ്പാട് ദിവസം 13:7 മുതൽ വായിക്കുമ്പോൾ അവൻ 666 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കും. ആ നമ്പർ ഏൽക്കാത്തവന് വാങ്ങാനോ വിൽക്കാനോ ചെയ്യാൻ കഴിയില്ല. ഇന്നിപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര ലെവൽ വലിയ മാളുകൾ, ലൂലു മാൾ പോലെ എല്ലായിടവും വലിയ വലിയ മൾട്ടി പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇനി അതുമൂലമായിട്ടായിരിക്കും സപ്ലൈ, അവിടെയായിരിക്കും ഉള്ളത് എന്തെങ്കിലും കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ നമ്പരും ഇതെല്ലാം സ്ട്രിക്റ്റാക്കാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യനെ വളരെ അസ്വസ്ഥരായിത്തീരുന്നത്. അതൊരു ഭാഗം. എന്നാൽ ഈ 3.5 വർഷത്തിൻ്റെ മറുഭാഗത്ത് ആ സാഹചര്യങ്ങളിൽ വിശ്വാസികൾ, അത് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ, സഭയുടെ ശേഷിപ്പ് രക്തസാക്ഷികളായിത്തീരും. എന്നാൽ ഇവിടെ യഹൂദനെ സംബന്ധിച്ച് അവനുണ്ടാകുന്ന കഷ്ടകാലം യുദ്ധമാണ് ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെ ഒന്ന് വായിക്കാം. എസെക്കിയേൽ 38-ന്റെ 8 മുതൽ 11, യോവേൽ 3:9, 2 വാക്യം വായിക്കാം. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോകുന്നത് പോലെ പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യം. ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട രാജ്യം അതെപ്പോഴാണ് സംഭവിച്ചത്? 1948. അതുവരെ ഇസ്രായേൽ അനേക ജാതികൾ, നമ്മുടെ ഈ എറണാകുളത്തും മാളയിലും പിന്നെ പല സ്ഥലങ്ങളിൽ, മിസോറാമിലൊക്കെ യഹൂദന്മാർ ഇപ്പോഴല്ലേ പോയത്. മനാശ ഗോത്രത്തിൽപ്പെട്ട ഗോത്രങ്ങളിൽ താമസിച്ചിരുന്നതാണ് മിസോറാമിലെ. അവിടെ നിന്നാണ് അവർ ഇസ്രായേലിലേക്ക് പോയത്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക ജാതികൾ ചേർക്കപ്പെട്ടു വന്ന രാജ്യം ഇസ്രായേലാണ്. അപ്പോൾ 48-ന് ശേഷം സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരുപാട് പ്രവചനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. താട്ട് വായിച്ച്. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ, എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നോക്കണം, ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന സമയം നീ മഴക്കോൾ പോലെ കയറി വരുമെന്നാണ്. മഴക്കോൾ എന്ന് പറഞ്ഞാൽ തമിഴ് വായിക്കുമ്പോൾ കാർമേഘം. വായിച്ച്. കാർമേഘം പോലെ. பெருங்காற்றும் எழும்பி வருவாய். நீயும் உன்னுடைய எல்லா இராணுவங்களும் உன்னோட கூட இருக்கும் திரளான ஜனங்களும் കാർമേഘം പോലെ വരുന്നു. അതെങ്ങനെ വരും? കപ്പലാണ്? അല്ലല്ലോ. മറ്റു പാറ്റൻ ടാങ്കാണോ? അല്ല. ഈ പ്ലെയിൻ യുദ്ധവിമാനങ്ങളാൽ. വിമാനം കണ്ടുപിടിച്ചിട്ടില്ല 2500 വർഷം. ഈ 100 വർഷം ആയുള്ളല്ലോ. 100 വർഷം പോലും ആയില്ല പ്ലെയിൻ കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിനെതിരായിട്ട് വരുന്ന യുദ്ധത്തിൽ ഇതുപോലെയുള്ളത് ആ യുദ്ധവിമാനങ്ങൾ പോലെ ഇങ്ങനെ ഒഴുകി വരുമെന്നാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ. അപ്പം അങ്ങനെ ഈ വടക്കൻ രാജ്യങ്ങളായ തൂബൽ, മേശക്, ഇതെല്ലാം റഷ്യയുടെ ഇതിൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ യുക്രൈനിൽ. ഇപ്പോൾ എന്താ യുക്രൈനിലൊരു തടസ്സം വന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പ്രവചനവൃത്തിയാണ്. ആ 38 തന്നെ പറയുന്നുണ്ട്, ഈ റഷ്യ ഈ പറഞ്ഞ ചില രാജ്യങ്ങളുമായിട്ട്, പേർഷ്യ, തുർക്കി, മറ്റു ചില രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇസ്രായേലിനെതിരായിട്ട് യുദ്ധത്തിന് വരികയാണ്. വാസ്തവത്തിൽ യുക്രൈനെ അല്ല, പക്ഷേ ഈ റഷ്യയുടെ പട ഭയങ്കരമാണ്. ലോകത്തിൽ നിന്ന് ഏറ്റവും വലിയ സൈന്യ ശക്തി
ഉള്ള രാജ്യം റഷ്യയാണ്. അപ്പോൾ ഇസ്രായേൽ പൂർണ്ണമായിട്ടും എന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ ദൈവം അനുവദിക്കുന്നത്. ഇസ്രായേലിന് ഇപ്പോൾ അന്ത്യക്രിസ്തുവിൻ്റെ കയ്യിൽ ശത്രുവിൽ കൊടുക്കുന്നതിന് കാരണമുണ്ട്. കാരണം അവർ ദൈവത്തെ വിട്ടുപോയി, ദൈവത്തെ വിട്ട് മാറിപ്പോയി. എന്നാൽ അവർ വീണ്ടും തിരിച്ചു വരും. കുറേ ശേഷിപ്പ് അതിനകത്തുണ്ട്. ആ ശേഷിപ്പിനെ സൂക്ഷിക്കണം. അതുകൊണ്ട് റഷ്യയുടെ ഈ മഹാശക്തി ഇസ്രായേലിനെ വളഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് ഈ റഷ്യയുടെ സൈന്യശക്തിയെ 5/6 ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഇല്ലാതാകണം. 1/6 ശേഷിക്കണമെന്നാണ്. ആ വാക്യം ഒന്ന് വായിച്ച് 38 ഇവിടെ താഴോട്ടുണ്ടല്ലോ. 6 അല്ലേ? 39:2 അവരിൽ 6 ശേഷിപ്പിച്ചു. ഞാൻ നിന്നെ വഴിതെറ്റിച്ചു, നിന്നെ 6 ശേഷിപ്പിച്ചു, നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ചു. 39 അധ്യായം എസെക്കിയേൽ 39 വാക്യത്തിൽ വായിക്കുമ്പോൾ റഷ്യയുടെ പടജനങ്ങൾ സിറിയയിൽ കയറി ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്തിന് മുൻപ് ഇവൻ്റെ സൈന്യങ്ങൾ ഒരുപാട് നശിക്കും. അത് പ്രവചനം എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ യുക്രൈനിൽ കയറിയിട്ട് രക്ഷപ്പെടാൻ വയ്യാതെ വന്ന ആപ്പിലായിപ്പോയി. പണ്ട് നാട്ടുകാർ പറയും ഈ ചൊക്കൻ ആപ്പിലായി പോയെന്ന് പറയില്ലയോ? കേട്ടിട്ടുണ്ടോ? പണ്ടൊരു കുരങ്ങനെ ഈ 2 പേര് തടി അറുത്തുകൊണ്ടിരിക്കുക, മരം അറുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വലിയ വാൾ വെച്ച് മരം അറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുരങ്ങന്മാർ ഇത് കണ്ട് വളരെ രസകരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവന്മാരറിയാമല്ലോ, മനുഷ്യൻ കാണിക്കുന്നതല്ല ഇവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടോ കുരങ്ങൻ്റെ കാര്യം പറഞ്ഞപ്പം പിള്ളേരെല്ലാം ജാഗ്രതയായി, കഥ പറയാൻ തുടങ്ങിയപ്പം. അപ്പോൾ ഇങ്ങനെ ഈ വാളുകൊണ്ട് അറുത്ത് ഇവർ ഉണ്ണാൻ പോയ സമയത്ത് അവരെന്ത് ചെയ്തു? ഈ മുറിവ് കൂടാതിരിക്കാൻ വേണ്ടി ഒരു ആപ്പ്, വലിയൊരു ആപ്പ് ഈ 2 അറുത്തതിൻ്റെ മരത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആപ്പടിച്ചിട്ട് പോയി. കാരണം വാളിങ് എടുക്കണമല്ലോ. ഇത് കണ്ട കുരങ്ങന്മാർക്ക് തോന്നി, എന്നാൽ പിന്നെ ഇവരുണ്ണാൻ പോയപ്പോൾ ഈ ആപ്പ് വലിച്ചു വരണമെന്ന് തോന്നി. ആപ്പ് വിൽക്കുന്നവരുണ്ട്, ആപ്പ് വലിച്ചു വരുന്നവരുണ്ടല്ലേ. അപ്പോൾ ഈ ആപ്പ് വലിച്ചു വരണം തോന്നി കുരങ്ങന്മാരെല്ലാം അവിടെ അക്ഷീണ പരിശ്രമം ചെയ്ത് ഒരു പിടുത്തം പിടിച്ച് വലിച്ചു. പക്ഷെ 2 വാല് ഈ മരത്തിൻ്റെ ഇടയിലായിപ്പോയി. 2 അനങ്ങാൻ വയ്യ. അതാണ് ചൊക്കൻ ആപ്പിലാകുക എന്ന് പറയുന്നത്. കേട്ടോ? അതുകൊണ്ട് നമ്മളാരും പോയി ആപ്പിലാകരുത് കേട്ടോ. മറ്റുള്ളവർക്ക് പാര വെച്ച് അല്ലെങ്കിൽ വേണ്ടാത്ത പണി, അർഹതയില്ലാത്ത സ്ഥാനത്ത് നടത്തിപ്പുകാർ കൈകാര്യം ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ചാൻസ് കിട്ടും. നടത്തിപ്പുകാർ ചിലപ്പോൾ ആലോചന ചോദിക്കും. ഈ ചാൻസിൽ മറ്റുള്ളവർ ആപ്പ് വെക്കാനോ പിന്നെ ആപ്പ് ഊരാനോ നീ പോയാൽ നീ ചൊക്കൻ ആപ്പിലായി പോലായിപ്പോകും. ഇതുകൂടെ സൂചിപ്പിക്കുക, ഞാൻ പറയാം. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ റഷ്യ പോയി തല ഊരാൻ വയ്യാത്ത വിധത്തിൽ അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ഈ വചനമാണ്. 1/6 ശേഷിക്കും. ഇസ്രായേലിൻ്റെ യുദ്ധത്തിന് വരുമ്പോൾ റഷ്യയുടെ പടയിൽ 1/6 അവശേഷിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഭയങ്കര പടമല്ലേ മൊത്തം. അപ്പോൾ അങ്ങനെ അവർ ഇസ്രായേൽ ദേശത്ത് വരും. എന്നാൽ എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ ഈ യുദ്ധത്തിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചാൽ നടക്കും. കാരണം 2016 ഡിസംബർ അവസാനത്തിൽ ബറാഖ് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന സമയത്തിൽ അയാൾ എന്ത് ചെയ്തു? ഒരു ബില്ല് പാസ്സാക്കി. അതായത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ബില്ല് പാസ്സാക്കി. കാരണം ഇസ്രായേലിൻ്റെ രാജ്യം 1917 സ്ഥാപിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ 1948 അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവർക്കൊരു അതിരുണ്ടായിരുന്നു. ഈ അതിരാണ് ഇസ്രായേലിൻ്റെ അതിരെന്നാണ് UN സമ്മതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് നിങ്ങൾ 67 യുദ്ധത്തിൽ കയറി ആക്രമിച്ചെടുത്തിരിക്കുന്ന വെസ്റ്റ് ബാങ്കും ഗോലാൻ കുന്നും അങ്ങനെ ചില സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് അവർ ഗോലാൻ കുന്ന് കുറേ വിട്ടുകൊടുത്തു. വെസ്റ്റ് ബാങ്ക് അവർ വിട്ടുകൊടുക്കില്ല. കാരണം എന്താ? അവിടെയാണ് അരിയേലിൻ്റെ നഗരം, ഇസ്രായേലിൻ്റെ യെരുശലേം വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ വിട്ടുകൊടുക്കാത്തത്. അപ്പോൾ ഇത് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് ബറാഖ് ഒബാമയുടെ അവസാന കാലത്തിൽ ബില്ല് പാസ്സാക്കി, UN പ്രമേയം പാസ്സാക്കി ഇട്ടിരിക്കുക. അപ്പോൾ UN ഒരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ അത് നടപ്പാക്കിയിരിക്കും. കാരണം ഇത് കുവൈറ്റ് സദാം ഹുസൈൻ ആക്രമിച്ച സമയത്ത് UN പാസ്സാക്കി. അങ്ങനെ UNൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഫ്രഞ്ച്, അമേരിക്കൻ, ഈ ഇംഗ്ലണ്ട് സേനകളെല്ലാം കൂടെ ചേർന്ന് അതിൽ അംഗങ്ങളായിരിക്കുന്ന സേനകളെല്ലാം ചെന്ന് കുവൈറ്റിനെ വിടുവിച്ചെടുത്തത്. അപ്പോൾ ഇതുപോലെ ഇസ്രായേൽ വാസ്തവത്തിൽ ഇപ്പോൾ UN പ്രമേയത്തിൻ്റെ അനുസരിച്ച് യെരുശലേമിൻ്റെ പകുതി പാലസ്തീന് വിട്ടുകൊടുക്കേണ്ടത് നിയമം പാസ്സാക്കിയിട്ടിരിക്കുകയാണ്.
എന്നാൽ എന്തുകൊണ്ടാണ് അത് നടപ്പാകാതെ പോയെന്ന് ചോദിച്ചാൽ നടപ്പാകും. 2017 ജനുവരിയിൽ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്തിൽ തന്നെ അതിനുവേണ്ടിയായിരിക്കും കൊണ്ടുവന്നത്. താൻ ഉടനെ ബില്ല് പാസ്സാക്കി അത് സാധ്യമല്ല, യെരുശലേം ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ടും രാജ്യങ്ങൾ അനങ്ങില്ല. പലരും പറഞ്ഞെങ്കിലും, അമേരിക്ക ഉൾപ്പെടെ പറഞ്ഞ് വിട്ടുകൊടുക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ആരും അനങ്ങുന്നില്ല. എന്താ കാരണം? സമയമായില്ല. വഴിയിൽ നിന്ന് തടുക്കുന്നവൻ മാറിപ്പോയില്ല, അതിൻ്റെ സമയമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ സംഭവം നിർവാഹം. പക്ഷെ നടക്കും. അതിനാണ് ഈ രാജ്യങ്ങൾ റഷ്യയുടെ നേതൃത്വത്തിൽ UN പ്രമേയം അനുസരിച്ച്, UN സെക്യൂരിറ്റി കൗൺസിൽ പാസാക്കിയ നിയമം അനുസരിച്ചിട്ട് ഇവരെ യെരുശലേം പാതി പാലസ്തീൻ ദേശത്തിന് കൊടുക്കണം എന്നുള്ളത് നടപ്പാക്കാൻ വേണ്ടിയാണ് ഇവർ വരുന്നത്. പക്ഷേ അതല്ല എന്നുള്ളതാണ് 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 38-13 വായിച്ചേ. അവിടെ തർശീശ് വർത്തകന്മാരും വായിക്കാം. ശെബയും ദേദാനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത് കവർച്ച ചെയ്യുവാനും. സെബ എന്നൊക്കെ പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യ എന്നൊക്കെ പറയുന്നു, നമുക്കറിയില്ല. അങ്ങനെ ചില രാജ്യങ്ങൾ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ അവരെല്ലാം ഇസ്രായേലുമായിട്ട് വളരെ സംബന്ധം കൂടി വ്യാപാര കരാറെല്ലാം ഒപ്പുവെച്ച് കഴിഞ്ഞു. അപ്പോൾ ശബയും ദേദാനും പിന്നെ തർശീശ് വർത്തകന്മാരും. തർശീശ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിൻ്റെ ബാലസിംഹങ്ങൾ എന്ന് പറയുന്ന ആരാണ്? അയർലൻഡ്, പിന്നെ ഓസ്ട്രേലിയ, കാനഡ, ഇങ്ങനെയുള്ളതായ ചില രാജ്യങ്ങൾ അവരിപ്പോൾ സൈലൻ്റാണ്. ഇപ്പോൾ അമേരിക്ക പിൻവാങ്ങി ഉൾവലിഞ്ഞിരിക്കുകയാണ്. അവർ ഒരു ഉൾവലിവിലേക്ക് വന്നിരിക്കുകയാണ്. പ്രത്യക്ഷതയിൽ ഈ യുദ്ധമൊക്കെ നടന്നെങ്കിലും കാരണം മറ്റൊന്നല്ല, ഇതിങ്ങനെ നടക്കണം. അപ്പോൾ അമേരിക്കയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ട്, ഇതിങ്ങനെ സംഭവിക്കേണ്ടതായതുകൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലല്ല, പക്ഷേ റഷ്യയുടെ ഉദ്ദേശം ഈ ഇസ്രായേലിനെ പാതി കൊടുക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ക്ഷാമവും പ്രയാസവും സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇസ്രായേലിൻ്റെ സമ്പത്ത് കൊള്ളയിടാൻ, അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാലും അവരെ കൊണ്ട് അവരെ സഹായിക്കാൻ കഴിയത്തില്ല. മറ്റൊരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ എസെക്കിയേൽ അവിടെ പറയുമ്പോൾ നിൻ്റെ സ്നേഹിതന്മാർ ഇല്ലയോ, അവർക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. 30 ഇരമ്യാ പ്രവചനം 30-13 വാക്യത്തിൽ വായിക്കുമ്പോൾ നിൻ്റെ സ്നേഹിതന്മാരായ അമേരിക്കയോ ഇംഗ്ലണ്ടോ അയർലൻഡോ ഓസ്ട്രേലിയയോ ഇതൊന്നും ഈ സമയത്ത് നിന്നെ സഹായിക്കാൻ കാണത്തില്ല. എത്ര വർഷം മുമ്പാണ് നടക്കാൻ പോകുന്ന പ്രവചനം? 2500 വർഷത്തിന് മുമ്പ് ഇരമ്യാ പറഞ്ഞിരിക്കുക. വായിച്ച്. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. നിന്റെ വ്യവഹാരം, കാരണം ഈ മഴക്കോൾ പോലെ ഈ രാജ്യങ്ങളെല്ലാം നിന്റെ നേരെ വരുമ്പോൾ ഇവർക്കെതിരായിട്ട് ഒരു രാജ്യം ശബ്ദിക്കത്തില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ചില പ്രത്യേക വിഭാഗക്കാർ, ചില തീവ്രവാദ സംഘടനകളൊക്കെ എന്ത് കാണിച്ചാലും ആരും മിണ്ടുന്നില്ല, എല്ലാം പേടിച്ച് മര്യാദയ്ക്കിരിക്കുകയാണ്. അല്ലാത്തവരെന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവർ തലയെടുക്കാൻ സാംസ്കാരിക നായകന്മാരും ഇല്ലാത്ത പുള്ളികളെല്ലാം മുന്നോട്ട് വരും. കാരണം ആരെയോ പേടിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഒരു മതമോ ഒരു സംഘടനയോ മാത്രമല്ല, ഇത് ലോകം മുഴുവനും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ വ്യാപാര ശക്തി വ്യാപരിക്കുന്നു. അത് കൂടത്തേ ഉള്ളൂ, പറയത്തില്ല, അതിന് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് സഭയ്ക്ക് സംഭവിക്കുന്നത്, ഇസ്രായേലിന് സംഭവിക്കുന്നുള്ളത് നമ്മളത് പഠിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്ക് പോലും അവരെ സഹായിക്കാൻ ഒക്കത്തില്ല. അതിന് 2 കാരണമാണ്. ഒന്ന്, ഈ UN പ്രമേയം പാസ്സാക്കേണ്ടത് ആവശ്യം. 2, അവസാനത്തെ യുദ്ധത്തിൽ മാനുഷിക കരങ്ങളല്ല, ദൈവം തന്നെ ഇസ്രായേലിനെ സഹായിക്കണം. താട്ട് വായിക്കാം. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല, നിന്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പവും ഇല്ല. നിന്റെ മുറിവിന്, കാരണം ഈ അക്രമങ്ങളെല്ലാം നടക്കുമ്പോൾ ആർക്കും ഇസ്രായേലിനെ സഹായിക്കാൻ വയ്യാതെ. 38 എസെക്കിയേൽ 38-13 വായിച്ച്. അതാണ് നമ്മൾ വായിച്ചത് അല്ലേ. സഖ്യരാജ്യങ്ങളെല്ലാം ചോദിക്കുന്നുള്ളേ ഉള്ളൂ, പക്ഷേ അവർക്ക് സഹായിപ്പാൻ ഒക്കത്തില്ല. ഈ കാലങ്ങളാണ് യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത്. സഭയുടെ പീഡനകാലം പൂർത്തീകരിക്കുന്ന സമയങ്ങൾ പിന്നീട് ഇസ്രായേലിൻ്റെ കഷ്ടകാലം തുടങ്ങുകയായിരുന്നു. ഇരമ്യാ 30 7 വാക്യം വായിച്ച്. ഇരമ്യാ 30:7. ആ നാൾ പോലെ വേറെ ഇല്ലാതവണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം, അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. കഷ്ടകാലം നോക്കണം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു കഷ്ടകാലം അവർ ജീവിതം ഉണ്ടാകത്തില്ല. അന്ത്യക്രിസ്തു അവർക്കെതിരായിത്തീരും. എന്നാൽ ആദ്യം
വളരെ തന്ത്രപരമായിട്ട് മശിയായെന്നും പറഞ്ഞ് യഹൂദനെയും പിന്നെ മശിയായെ പോലെ വരുന്ന ഇമാം മഹദി എന്ന മുസ്ലിമിനെയും നോക്കണം. അതാണ് വെളിപ്പാട് 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ വരുന്ന വെള്ളക്കുതിര. അവരുടെ ഖുറാനിലെ വ്യാഖ്യാനം അനുസരിച്ച് ഇമാം മഹദി എന്നാണ്. അന്ത്യകാലത്തിൽ ഇമാം മഹദി, മുസ്ലിങ്ങളൊക്കെ എത്രയോ നല്ല മനുഷ്യരുണ്ട്, ചില ടെററിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും നല്ല നല്ല മനുഷ്യർ ഇസ്ലാമികളും ഇല്ല, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുവിലുമുണ്ട്. ഒരു ശേഷിപ്പ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവരും തെറ്റിദ്ധരിക്കും. ഇമാം മഹദി എന്ന് പറയുന്ന 6-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ വരുന്ന വെള്ളക്കുതിരപ്പുറത്ത് വരുന്നവൻ ഞങ്ങളെ സഹായിക്കാൻ വരുന്ന ഒരു ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞവർ തെറ്റിദ്ധരിക്കും. അങ്ങനെ അവർ കൂടും. ക്രിസ്ത്യാനികളും കൈവിടപ്പെടുന്നവരെല്ലാം ഇവൻ മസിയാണെന്ന് പറഞ്ഞ് അങ്ങനെ കൂടും. യഹൂദന് ആലയം പണിത് കൊടുക്കാം, ആരെയും ശല്യം ചെയ്തില്ല, ആലയം പണിയാം, യെരുശലേമിൽ തന്നെ ഞങ്ങളുടെ ആലയം പണിതു എന്നും പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അവരും ഈ എതിർ ക്രിസ്തുവിനെ വിശ്വസിക്കും. എന്നാൽ ഇത് മുന്നറിയിപ്പായിട്ട് ദാനിയേൽ പ്രവചനം വായിക്കാവുന്നത്. കർത്താവായ യേശുവും പറഞ്ഞിട്ടുണ്ട്, ദാനിയേൽ പ്രവചനം പറഞ്ഞിട്ടുണ്ട്. ഇത് മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? 9-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിച്ച്, ദാനിയേൽ 9:26, പിന്നെ 11:30 മുതൽ 31 മുതൽ വായിക്കാം, രണ്ടും വായിക്കാം. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയുന്നു. അതിനുശേഷം വരുവാനുള്ള പ്രഭു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യേശു മുന്നമേ പറഞ്ഞല്ലോ, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവും ഇല്ല, പക്ഷെ അവൻ വരുന്നു എന്നാണ് പറഞ്ഞു, വന്നില്ല, വരും. അതാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്, പ്രഭു, വരുവാനിരിക്കുന്ന പ്രഭു. ആ പ്രഭുവാണ് ഈ പറഞ്ഞ എതിർ ക്രിസ്തു. അവൻ എന്ത് ചെയ്യും? 11-ാം അധ്യായത്തിൻ്റെ വായിച്ച 31-ാം വാക്യം മുതൽ വായിച്ചേ. ദാനിയേൽ 11:31 മുതൽ. വിശുദ്ധ മന്ദിരമായ കോട്ടയെ യെരുശലേമിനെ അശുദ്ധമാക്കി, പിന്നെ ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. അപ്പോഴാണ് ഇസ്രായേൽ തെറ്റുപറ്റുന്നത്. ഇസ്രായേൽ അപ്പോഴാണ് തെറ്റുപറ്റി ഇവൻ ചതിയനാണെന്ന് മനസ്സിലാകുന്നത്. കാരണം ആലയം പണിയാനെല്ലാം അവസരം കൊടുത്തിട്ട് ആലയം പണി കഴിയുമ്പോൾ അവൻ്റെ മ്ലേച്ഛ വിഗ്രഹത്തെ കൊണ്ട് അവിടെ വയ്ക്കാൻ പറയും. അപ്പോൾ ഇസ്രായേൽ തെറ്റും. അതോട്ട് വായിച്ച് ഇന്നും ഭരണകർത്താക്കന്മാരെ കാണുന്നവരെല്ലാം തന്ത്രങ്ങളാണ്. എല്ലാ രാഷ്ട്രീയക്കാരനും കാണുന്ന തന്ത്രമാണ്. നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ എല്ലാ പാർട്ടികളും, കാരണം അവരെല്ലാം നിയന്ത്രിക്കുന്ന ഈ ശക്തിയാണ്. ചില പറഞ്ഞാൽ ഇസ്ലാമിയ ഫോബിയ, മറ്റേ ഫോബിയ, മറിച്ച ഫോബിയ എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ഇതെല്ലാം പൊതുവിൽ വരുമ്പോൾ ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെല്ലാം മനുഷ്യവർഗത്തെ മുഴുവൻ ചതിക്കുന്ന സാത്താനും മഹാസർപ്പം എന്ന് പറയുന്ന പിശാച് തൻ്റെ വ്യാപാര ശക്തി ഭൂമിയിൽ ശക്തിയായി പ്രവർത്തിക്കുകയാണ്. അതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. മനുഷ്യനെ ചതിക്കുന്ന ശക്തി. താട്ട് വായിക്കണം. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന്. അതാരാ? വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ താഴെ വായിക്കുമ്പോൾ സ്ത്രീയിൻ സന്തതിയുടെ ശേഷിപ്പ് ഇത് അംഗീകരിക്കത്തില്ല. അവർ രക്തസാക്ഷികളായി മാറും. ഞാൻ രക്തസാക്ഷികളായി മാറിയാലും അടുത്ത 1000 വർഷ ഭരണത്തിൽ അവർ രൂപാന്തര ശരീരത്തോടെ ഈ ഭൂമിയിൽ വരും. അപ്പോൾ അതുകൊണ്ട് ദോഷമില്ല. ഇനി ഇസ്രായേലിൽ ഈ യാക്കോബിൻ്റെ ശേഷിപ്പെന്ന് പറയുന്നത്, ഈ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നത് 144,000 യഹൂദന്മാരാണ്. വെളിപ്പാട് ദിവസം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കാം. 13-ന്റെ എടുത്ത വാക്യം കളയണ്ട, ദാനിയേൽ. എന്നാൽ വെളിപ്പാട് ദിവസം 7-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന 144,000 യഹൂദന്മാരെ അവിടെ മുദ്രയിടുകയാണ് ഈ ഉപദ്രവകാലത്തിൽ. അവരാണ് 1000 വർഷത്തിൽ പിന്നെയും പെറ്റുവരുകേണ്ട ഇസ്രായേൽ ജനം, എല്ലാ ഗോത്രത്തിൽ നിന്ന്. അന്ന് ഗോത്രമായിട്ട് പരിശുദ്ധാത്മാവിന് അറിയാമല്ലോ, അവർ മുദ്രയിട്ട് 10000 പേരെ വേർതിരിക്കും. വായിച്ച്. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം. ഇത് യഹൂദന്മാരാണ്.
വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിൽ കാണുന്ന വിശുദ്ധന്മാർ പുതിയ നിയമത്തിലെ ശ്രേഷ്ഠരായ മനുഷ്യരാണ്. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് രണ്ടും ഒന്നല്ല. ഈ 7-ാം അധ്യായത്തിൽ കാണുന്ന 154,000 പേര് ഈ ഉദരകാലത്തിൽ മഹോദരകാലത്തിൽ മുദ്രയിട്ട് ദൈവത്തിന് വേണ്ടി 1000 വർഷത്തേക്ക് കൊണ്ടിരുന്ന യഹൂദന്മാരാണ്. അവരാണ് 1000 വർഷ ഭരണത്തിൽ 10000 ഇതുണ്ടല്ലോ, അവർ പെറ്റുപെരുകി ആ ദേശത്തിൽ നിറയ്ക്കുന്നത്. പിന്നെ ജാതികൾ എന്നൊരു ശേഷിപ്പുണ്ട്. പിന്നെ രൂപാന്തരം പ്രാപിച്ച വിശുദ്ധന്മാർക്ക് പിന്നെ സന്തതികളില്ലല്ലോ. അവർ തേജസ്സിൻ്റെ ശരീരത്തിൽ ഈ ഭൂമിയിലെ ഭരണാർത്ഥകന്മാരായിരിക്കും. ഇനിയും ദാനിയേലിൻ്റെ 11 താഴോട്ട് വായിച്ചു. 11-ന്റെ ദൈവത്തെ അറിയുന്ന ജനം പുറത്തുനിന്ന് നീചം പ്രവർത്തിക്കും. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരും. ബുദ്ധിമാന്മാർ വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ നമ്പർ ഗ്രഹിച്ചോട്ടെ. എന്ത് ബുദ്ധി? ദൈവികമായ ജ്ഞാനം. നോക്കണം, ദൈവിക ജ്ഞാനമില്ലാത്തവരെല്ലാം പോയി പട്ടുപോകും. ഇന്നും അങ്ങനെ പെന്തിക്കോസുകാർ പോലെ അല്പലാഭത്തിന് വേണ്ടി പോകുന്നില്ലേ? ചിന്തിക്കത്തില്ല. അവരുടെ സത്യത്തെ വിശ്വാസത്തെ നോക്കാതെ അല്പലാഭം കിട്ടുന്നതിന് പുറകെ പോവുക. സർക്കാർ കൊടുത്താലും മറ്റൊരു കൊടുത്താലും ആര് കൊടുത്താലും നിങ്ങൾ ഓരോന്നും ചിന്തിക്കണം. ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഒഴുകിപ്പോവും. അറിയാതെ അങ്ങ് ഒഴുകിപ്പോവും. അത് വരാതിരിക്കാൻ തിരുവചനമൊക്കെ വെച്ച് വായിച്ച് ധ്യാനിച്ച് കേൾക്കുന്ന ഭാവമൊക്കെ ശ്രദ്ധിച്ച് 1-2 പ്രാവശ്യമൊക്കെ അത് കേട്ട്, ഇപ്പോൾ യൂട്യൂബിലൊക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതെല്ലാം കേട്ടിട്ട് ഹൃദയസ്ഥമാക്കണം. ഇല്ലെങ്കിൽ ഈ കൂട്ടത്തിലങ്ങ് ഒഴുകിപ്പോവും. കാര്യം ശരിയാണ്, പെന്തിക്കോസുകാരാ ഞായറാഴ്ച വരുന്നതൊക്കെ ശരിയാണെങ്കിലും അറിയാതെ അങ്ങ് ഒഴുകി അങ്ങ് പോവുകയാണ്. പിന്നെന്ത് ചെയ്യും? അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. ആ ബുദ്ധി മാനുഷിക ബുദ്ധിയല്ല, ദൈവിക ബുദ്ധിയാണ്. അതാണ് നമ്മൾ ഈ കാലത്തിൽ വചനത്തിൽ കൂടെ പ്രാപിക്കുന്നവർ, അഭിഷേകത്തിൽ കിട്ടുന്നവർ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതിനെ ജയിക്കാൻ കഴിയും. അതോട്ട് വായിക്കാം. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. എങ്കിലും കുറെ കാലത്തേക്ക് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. ഇത് യഹൂദന് നടക്കും, ആരംഭത്തിൽ ദൈവമക്കൾക്കും നടക്കും. അവർ വിശുദ്ധന്മാരെ കൊല്ലാൻ അവന് അധികാരം കിട്ടുന്നുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെ വായിച്ചേ. വെളിപ്പാട് പുസ്തകം 13-ന്റെ 7 മുതൽ 10 വരെ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അവൻ അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. സകല ഗോത്രങ്ങളെ, വംശങ്ങളെ, ജാതികളെന്ന് പറയുന്നത് ഇത് യഹൂദനല്ലല്ലോ. യഹൂദന് 2-ാം പരീക്ഷയാണ്. അപ്പോൾ ഇത് മുഴുവൻ ലോകത്തിലുള്ളതായ മറ്റ് വിഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന വിശ്വാസികൾക്കുണ്ടാകുന്ന പരീക്ഷയാണ്. എന്നാൽ അതുകൊണ്ട് ദോഷമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവരും വെളിപ്പാട് ദിവസം 20-4 വായിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾ ജീവിച്ച് 1000 വർഷം ക്രിസ്തുവിനോടി. അപ്പോൾ ഇപ്പം ഒന്നും തലപോയോണ്ട് കുഴപ്പമൊന്നുമില്ല. സത്യത്തിന് വേണ്ടി നാം മരിച്ചാലും നമ്മുടെ ആത്മാവ് രൂപാന്തര ശരീരത്തിൽ ഉയർത്തും. ഈ ഭൂമിയിൽ തന്നെ അവർക്ക് 1000 വർഷം അതിൻ്റെ പരിഹാരം ദൈവം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രായേലിൻ്റെ പർവ്വതങ്ങളിലേക്ക് ഈ ജാതികൾ വരുന്നതാണ്. റഷ്യയുടെ നേതൃത്വത്തിൽ ഏലാമ്യർ, പിന്നെ പേർഷ്യർ, പിന്നെ അങ്ങനെയുള്ളതായ ആ രാജ്യങ്ങളെല്ലാം ചേർന്ന്. ഇതേ സമയം തന്നെയാണ് കിഴക്കൻ രാജ്യങ്ങൾ ഇവിടുന്ന്. കാരണം അവർക്കും അറിയാം, അവർ വാസ്തവത്തിൽ ഇസ്രായേലിനോടുള്ള വിരോധത്തിൽ പോകുന്നവരല്ല. റഷ്യയോ അറബ് രാജ്യങ്ങളോ ഇസ്രായേൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് കിഴക്കൻ രാജ്യങ്ങൾക്ക് വിലയില്ലാതായിത്തീരും. അപ്പോൾ ആദ്യം ചൈനയുടെ പോളിസിയോട് ഇന്ത്യ യോജിക്കത്തില്ല. ചിലപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. അത് കഴിയുമ്പോൾ ചൈനയും ഇന്ത്യയും ജപ്പാനും ചേർന്ന്, അവരാണ് കിഴക്കൻ രാജ്യങ്ങൾ. അഫ്ഗാൻ കഴിഞ്ഞ് പിന്നെ അടുത്തത് ഇറാൻ, പേർഷ്യ, അത് കഴിഞ്ഞ് ഇറാഖിലെ ചെന്ന് യൂഫ്രട്ടീസ് നദി പറ്റിച്ചു കളയുന്നതാണ്. അതിനോട് ടെക്നോളജിയോടെ കാണുമായിരിക്കും. ഹൈഡ്രജനെയും ഓക്സിജനെയും സെപ്പറേറ്റ് ചെയ്താൽ പോരെ, ഒരു ബോംബിട്ടാൽ മതി. അതിനുള്ള ബോംബിട്ടാൽ അത് പിരിച്ചു കൊടുക്കും. അങ്ങനെ ഇവരും വരും. ആര്? ഈ കിഴക്കൻ രാജ്യങ്ങളിലെ സൈന്യങ്ങൾ. ഇന്ത്യ ഇപ്പോൾ സൈന്യം കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, ചൈനയിലില്ലേ, ഇതെല്ലാം അവിടെ കേന്ദ്രീകരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. സകല രാജ്യങ്ങളുടെയും സൈന്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവരും. കിഴക്കൻ രാജ്യങ്ങൾ വിചാരിക്കും ഞങ്ങൾ പിടിച്ചെടുക്കും, റഷ്യ വിചാരിക്കും ഞങ്ങൾ പിടിക്കും. അമേരിക്കൻ കൂട്ടർ ഈ കാലത്തിൽ ഇതിനൊന്നും പോകത്തില്ല. എനിക്ക് തോന്നുന്നു ബൈബിൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് ബുദ്ധിയും ബോധം ഉള്ളതുകൊണ്ട് ഈ മെനക്കേണ്ട പോകണമെന്ന് വിചാരിച്ച് ഒതുങ്ങിയായിരിക്കാം. ഇങ്ങനെ ഒരു സംഭവം അവർ ഇസ്രായേലിലേക്ക് വരും. കാരണം ഇതിലുണ്ടല്ലോ പാതി സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 2 മുതൽ വായിക്കുമ്പോൾ
അവർ ഒരു യുദ്ധം അവിടെ കാണുന്നുണ്ട്. നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോകും. വായിച്ചേൻ സക്കറിയ 14:2 മുതൽ. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. സകല ജാതികളെയും യെരൂശലേമിന് നേരെ യുദ്ധത്തിനായി കൂട്ടിവരുത്തും. പിന്നെ നഗരം പിടിക്കപ്പെടും. അപ്പോൾ യെരൂശലേം പിടിക്കപ്പെടും. ആ യുദ്ധത്തിൽ ഇസ്രായേലിന് ഒരുപാട് നഷ്ടമുണ്ടാകും. ഒരുപാട് നഷ്ടം മാത്രമല്ല, ഇസ്രായേലിലെ ആയിരങ്ങൾ മരിച്ചു വീഴും. ദൈവം ഏൽപ്പിച്ചു കൊടുത്തതാണ്. എന്താ കാരണം അറിയാവോ? ഇസ്രായേൽ വീണ്ടും ദൈവത്തെ വിട്ടു. നമ്മൾ വിചാരിക്കും ഇസ്രായേലാണ് വലിയ ദൈവത്തെ അന്വേഷിക്കുന്ന രാജ്യമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞാലും അവിടെയുള്ള പലരും നിരീശ്വരവാദികളാണ്. ഇസ്രായേലിലെ ഇന്നലത്തെ ഒരു കണക്കും പറയാൻ നോക്കുമ്പോൾ 70% മേളിൽ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ദൈവമില്ല. അവർക്ക് പണം ഉണ്ടാക്കണം, സുഖജീവിതം ചെയ്യണം. ഇതാണ് ഇസ്രായേലിലെ. അതുകൊണ്ടാണ് ഈ ഇന്ത്യ കേരളത്തിൽ നിന്ന് ഇഷ്ടം പോലെ പോകുന്നില്ലേ. നല്ല ശമ്പളമുണ്ട്, ശമ്പളം കൊടുക്കും, അടിച്ചു പൊളിച്ച് ജീവിക്കും. ഏത് പാവം ചെയ്യുന്നതിനും അവർക്ക് ഇപ്പോൾ ലൈസൻസ് പോലും വേണ്ട. പബ്ലിക്കിൽ പാവം ചെയ്യുന്നതിനും, അൾട്രേഷൻ മുതലുള്ള ഏത് പാവവും പബ്ലിക് ചെയ്യുന്നതിന് ലൈസൻസ് വേണ്ടതാണ്. അവിടെ നിന്നുള്ള ആളുകൾ എന്നോട് അവിടെ ഉള്ള ആളുകൾ എന്നോട് പറഞ്ഞ സംഭവമാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ വീണ്ടും ഒരു ക്യാപ്റ്റിവിറ്റിയിലേക്ക് വിടുന്നത്. എസെക്കിയേൽ പ്രവചനം അവരെ അവിടെ വായിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ 38 എസെക്കിയേൽ 38 എസെക്കിയേലല്ല എസെക്കിയേൽ 22-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം മുതൽ വായിച്ച്. എസെക്കിയേൽ 22:17 മുതൽ. എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ഈ പ്രവാസത്തിലേക്ക് വിടുന്നത്? വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. എന്താ കിട്ടം? കീടനായിപ്പോയി. ജനം സമൃദ്ധിയായി, വലിയ കൾട്ടിവേഷൻ നടക്കുന്നു, വ്യവസായങ്ങൾ നടക്കുന്നു, സാമ്പത്തികം, കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് ആ ജനം കിട്ടമായിപ്പോയി. ദൈവം ഉദ്ദേശിക്കുന്ന വിലയില്ലാതായി തീർന്നു. അതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. നമ്മളിപ്പോൾ പെന്തിക്കോസുകാർ പറയും പണ്ടത്തെ പോലല്ല. ഓല ഷെഡിലും ഓലയുടെ പുറത്തൊക്കെ ഇരുന്ന് ആരാധിച്ചവർക്ക് പോലും ഹോളുണ്ട്, വീടുണ്ട്, നല്ല കാറുണ്ട്, വിശ്വാസികൾക്ക് നല്ല സമ്പന്നന്മാരുണ്ട്, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം അതിനൊന്നും പ്രസാദിക്കത്തില്ല. ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ജനത്തെ തൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരമായി കാണപ്പെടുന്നതിന് അന്യമായിട്ട് പാപം ചെയ്ത് ജീവിക്കുകയും തന്നിഷ്ടത്തിൽ ജീവിക്കുകയും ചെയ്ത് ഞങ്ങൾ ദൈവത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞ് അഹങ്കാരം പറഞ്ഞു നടന്നാൽ എന്നെയും നിന്നെയും ദൈവം ന്യായവിധിക്ക് വിട്ടുകൊടുക്കും. പറഞ്ഞു പോരുത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ദൈവത്തെ വിട്ടുകളയുമ്പോൾ, ദൈവത്തിനെ അനുസരിക്കാതെ വരുമ്പോൾ ശത്രുക്കളെ ഏൽപ്പിച്ചു കൊടുക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ നമ്മൾ കാണുന്നില്ലേ? പിന്നെ അവർ നിലവിളിക്കുമ്പോൾ, അവരെ പാപത്തെക്കുറിച്ച് ബോധം വരുമ്പോൾ അവരെ വീണ്ടും ദൈവം സഹായിക്കും, രക്ഷിക്കും. ഇവിടെ അത് തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേൽ വലിയ പാപങ്ങളിലേക്ക് ദൈവത്തെ വിട്ട് വെറും ലോകത്തിൻ്റെ ബന്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരെന്ത് ചെയ്ത് സൗദിയിലോടെല്ലാം പോയി പലരുമായിട്ട് ഐക്യം വയ്ക്കുകയല്ലേ. ബിസിനസ് നടക്കണം, കച്ചവടം നടക്കണം, പിന്നെ കാശുണ്ടാക്കണം, സുഖജീവിതം. അപ്പോൾ അതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നു? അവരുടെ ശത്രുരാജ്യങ്ങളെപ്പോലും അവർ മിത്രങ്ങളാക്കി മാറ്റുകയാണ്. പണം, സാമ്പത്തിക ഉയർച്ച. ഇസ്രായേൽ എനിക്ക് കിട്ടമായി. വായിക്കാം. ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തയും ഇരുമ്പും കറുത്തയും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. വെള്ളിയുടെ കിട്ടം തങ്കത്തോട് തുല്യമായിരുന്ന, വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നില്ല, തങ്കത്തോട് തുല്യമായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാർ കരിക്കട്ടയായി. നോക്കണം, വിലാപങ്ങളുടെ പുസ്തകം മുഴുവൻ ഇസ്രായേലിൻ്റെ ആ കാലത്തിലെ അധപ്പതനോ ഈ കാലത്തിലെ അധപ്പതനോ ചേർത്ത് എഴുതിയ പുസ്തകമാണ് വിലാപങ്ങൾ. ഇത് നമുക്കും പാഠമാണ്. നമ്മൾ വിലാപങ്ങളുടെ പുസ്തകമൊക്കെ എടുത്ത് നോക്കണം. നമ്മൾ വലിയ കാര്യം പറയുന്നുണ്ടല്ലോ, വലിയ അധികാരവും ശക്തിയൊക്കെ കാണിക്കും. പണത്തിൻ്റെ ഹുങ്ക്, ആരോഗ്യത്തിൻ്റെ ഹുങ്ക്, ഇതെല്ലാം നിമിഷങ്ങൾ കൊണ്ടൊരു വൈറസ് കയറിയാൽ മതി ഈ പരുവാകും. പണ്ട് നമ്മുടെ ഒരു അച്ചായൻ എന്നോട് പറഞ്ഞു, ശ്രീയാങ്കുഞ്ഞെ ഞാൻ 110 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 കൈ എടുത്തിങ്ങനെ അത്രയും വണ്ണമുണ്ട്. നമ്മുടെ ഒരു അച്ചായൻ, വേലക്കാരൻ അച്ചായൻ, ആളൊരു സാധുവാകാം, എന്നാലും പുള്ളി ആ തൻ്റെ ശരീരത്തിൽ അഹങ്കാരം. 110 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ചിരി വന്നു. കാരണം എനിക്കറിയാം ഈ അഹങ്കാരം അടുത്ത ഒരു വർഷം 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുള്ളി അപ്പോൾ ട്രാൻസ്ഫറായി, തൃശ്ശൂരിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോയി. 2 വർഷം കഴിഞ്ഞപ്പോഴേ എന്നേക്കാൾ മെലിഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഈർക്കിൽ പരുവത്തിൽ, പല്ലെല്ലാം ഇങ്ങനെ വെളിയിൽ ചാടി, കവളെല്ലാം സോഡാക്കുപ്പിയെ പോലെ. പെട്ടെന്ന് എനിക്ക് ഷോക്കാണ്. ഞാൻ എന്ത് പറ്റി വെച്ചായെന്ന് ചോദിച്ചു.
എൻ്റെ ചെറിയ കുഞ്ഞെ എന്ത് പറയാനാ, ഒരു ദിവസം 18 പ്രാവശ്യം യൂറിൻ ഷെഡിൽ കയറി യൂറിൻ പാസ് ചെയ്ത് മാത്രമേ അറിയത്തുള്ളൂ. ഈ പരുവത്തിലായി. അപ്പോൾ ഓർത്തോണം, ഇത് കാശ് കൂടി നെഞ്ചുരുവൊക്കെ വരുമ്പോഴേ മസിൽ പവറ്, മാൻ പവറ്, മണി പവറൊക്കെ വരുമ്പോൾ ഓർത്തോണം, നിമിഷങ്ങൾ കൊണ്ട് ചാട്ടുള്ളി ഇതായിട്ട് മാറും. അതുകൊണ്ട് ആരും അഹങ്കരിക്കരുത് കേട്ടോ. വീട് വയ്ക്കുമ്പോഴേ, കാർ വരുമ്പോഴേ, കാശ് വരുമ്പോഴേ, 10 പേര് അച്ചായാന്ന് പുകഴ്ത്താൻ വരുമ്പോഴേ ഓർത്തോണം നിൻ്റെ അധപ്പതനമാണ്. യേശു അങ്ങനല്ലേ പറഞ്ഞേ, മനുഷ്യൻ നിന്നെ പുകഴ്ത്തുമ്പോൾ നിനക്ക് അയ്യോ കഷ്ടം. മത്തായി സുവിശേഷം 5:8 12 വായിക്കുമ്പോഴേ എല്ലാ മനുഷ്യൻ നിനക്കെതിരായി തിന്മ പറയുമ്പോൾ നീ സന്തോഷിച്ച് തുള്ളണം, സ്വർഗത്തിൽ നിൻ്റെ പേര് വരും. ഇതൊക്കെ ഓർമ്മയിലിരിക്കണം. അതിനാണ് വചനം പഠിക്കേണ്ടത്. നാട്ടുകാർ പുകഴ്ത്തുമ്പോൾ ചില വേലക്കാരെയല്ല വിശ്വാസികളെ പുകഴ്ത്തും. അയ്യോ, പിന്നെ അവന്മാർ നിലത്തും താഴെയാണോ? എത്ര ഇടത്തിന് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നറിയാം. പിന്നെ കൊണ്ട് നിലത്ത് നിർത്താൻ പറ്റുന്ന പാട്. ചില തന്ത്രപരമായ വേലക്കാരുണ്ട്. സഭയിൽ വന്ന് ചില വിശ്വാസികളൊക്കെ സോപ്പിട്ട് അച്ചായനാണ് ഇവിടുത്തെ അച്ചായൻ ഇല്ലെങ്കിൽ സഭ. അയ്യോ, പാവപ്പെട്ട അച്ചായൻ ഉടനെ ജാക്കി കയറി, കാലൊന്ന് പൊങ്ങി. 4 അടി ഉണ്ടായിരുന്ന അച്ചായൻ ഇപ്പോൾ 6 അടിയുടെ ഹൈഗിളിൽ നടക്കുന്നത്. ഹാമാൻ പറഞ്ഞ പോലെ പെയ്ത്തോമൽ അമ്മച്ചി എന്നെ മാനിക്കുന്നു, അല്ലെ അച്ചായൻ മാനിക്കുന്നു. ഇവിടെ പൊട്ടാ, നിൻ്റെ ഗതികേടാന്ന് ഓർത്തോണം. അങ്ങനെയുള്ള പുള്ളികൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ചിലതൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടായി പറയുന്നത്. ചിലതൊക്കെ സ്നേഹത്തോടെ ഇറക്കി വിട്ടിട്ടുണ്ട്. അച്ചായൻ വീട്ടിലെ കാര്യം പോയി നോക്കിയോ, പെയ്ത്തോൻ്റെ കാര്യം ഞങ്ങൾ നോക്കിയോളാം പറഞ്ഞ് ഇറക്കി വിട്ടിട്ടുണ്ട്. അതിന് കുറേ നാൾ പ്രയാസം ഉണ്ടായിട്ടുണ്ട് പലയിടത്തും. ഇനി ചില വിശ്വാസികളുമുണ്ട്, വരുമ്പം വലിയ സ്നേഹം കാണിച്ച് വീട്ടിലൊരു സൽക്കാരമൊക്കെ കാണിച്ച് അവരും കൂടി തുടങ്ങി ലാത്തി. ഞങ്ങളങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞങ്ങളാണ് ഈ പെയ്ത്തോമിൻ്റെ നട്ടല്, ഞങ്ങൾ ചുവര് കൊടുത്തു. പിന്നെ യവനൊക്കെ ഈ പറഞ്ഞ പോലെ തക്ക സമയത്ത് കാണത്തില്ല. ആയുധം ധരിച്ച ഈ വാചോടിക്കുന്ന ചില വിശ്വാസികൾ നമ്മൾ നോക്കിയാൽ സമയത്ത് ഒരെണ്ണം ഗുണമില്ലാതെ ഫ്രണ്ട് നിൽക്കും. 79 വാക്യമില്ലേ, ആയുധം ധരിച്ച വില്ലാളി വീരനായ എഫ്രായിം യുദ്ധ ദിവസത്തിൽ വായിച്ച വാക്യമൊന്നും ഏത് വാക്യമാണ്? 69. അപ്പോൾ ഈ വേഷം കാണിക്കുന്നുണ്ട്. എഫ്രായിമാണ്. അവനൊക്കെ വലിയ വാചോടിക്കും, വലിയ ലാത്തി അടിക്കും. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവനൊക്കെ ഭയങ്കര വേലയെക്കുറിച്ചുള്ള വലിയ ഉത്തരവാദിത്വം. പക്ഷേ വെറും കള്ളന്മാർ. സ്വാർത്ഥതയും തന്നിഷ്ടമല്ലാതെ ഇവനൊന്നും വേറെ പണിയൊന്നുമില്ല. മനസ്സിലാകുന്നു? ഞാൻ ഈ കേസൊക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ. ഇത് ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പത്നാസം പറഞ്ഞു വരുന്നവനൊക്കെ വേലക്കാരുമുണ്ട്. ഒരു സെൻട്രൽ പാർഷ മാറി വന്നു കഴിഞ്ഞാൽ ചില മദർമാരും പാർഷന്മാരെല്ലാം കൂടും. അവരുടെ വാചോടി വെക്കുമ്പോൾ ചിലരങ്ങ് പാവങ്ങൾ വിട്ടുപോകും. പക്ഷേ ഇതൊക്കെ ഭയങ്കര സൂത്രങ്ങളും തന്ത്രങ്ങളുമുണ്ട്. ഞാൻ എന്താ തുറന്നു പറഞ്ഞു ചോദിച്ചാൽ, ഇത് കുറേ പേരെങ്കിലും വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. എനിക്ക് പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. കുറേ പേരെങ്കിലും വഞ്ചിക്കപ്പെടരുന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത്. ഞാൻ ഈ പറയുന്നത് ദൈവത്തിനും വിശുദ്ധന്മാർക്കും ഇഷ്ടമാണ്. പിന്നെ എനിക്കെന്നെ ദൈവത്തിൻ്റെ സ്തോത്രം. വായിച്ചാൽ ബാക്കിയൊന്ന് 78 മൈക്ക് വായിച്ചേ. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമർ സങ്കീർത്തനം ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആയുധം ധരിച്ച വില്ലാളി വീരന്മാരായ എഫ്രൈം. കണ്ട പോലെ കുഴപ്പമുണ്ടോ? നല്ല സൈസുകൾ, നല്ല കളറ്. പിന്നെ ആരാ? യോസഫിൻ്റെ മക്കളല്ലേ? മിസ്രൈമിലെ മുഷ്ടാന ഭോജനമെല്ലാം അടിച്ച് ഉണ്ടായ തലമുറയാണ്. പക്ഷെ ഇന്നാൾ ആരോട് പറഞ്ഞ പോലെ ചുക്കിനും ചുണ്ണാമ്പിനും കുളത്തിലെന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാം ഷോ കാണിക്കും, ബാജു അടിക്കും, പേരും പ്രശസ്തിയും കിട്ടുന്നിടത്തോടൊക്കെ കൊണ്ട് കുറേ ചിലവഴിക്കും. പക്ഷെ നേരെ ചെവ്വേ ദൈവത്തിൻ്റെ കാര്യത്തിൽ യവനൊന്നും ഒരു ഗുണവും ഉണ്ടാകത്തില്ല. ഇങ്ങനെ തന്നെ പറഞ്ഞെങ്കിലേ മനസ്സിലാകത്തുള്ളൂ, അല്ലേ? ചില കാര്യമൊക്കെ നമ്മൾ ഞങ്ങളുടെ ഭാഷ പറഞ്ഞ് മനസ്സിലാകും, പറയാം ഇല്ല. ചിലപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭാഷ ഇച്ചിരി എളിമപ്പെടുത്തണം, എങ്കിലവർക്ക് മനസ്സിലാകും. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമേ ഓർത്തോണം, നിനക്ക് നാശമാണ്. നീ ഷോ കാണിച്ച് മറ്റുള്ളവർക്ക് ആപ്പ് വെച്ചും ആപ്പ് ഊരിയും പോയാൽ ചൊക്കൻ വിനോജ പിന്നെ ചൊക്കൻ ആപ്പിലാകും. അത് ഓർത്തോണം. ചിലപ്പോൾ ചില ഭാഷന്മാർ നടത്തിപ്പോയതൊക്കെ നിന്നെ പൊക്കി വയ്ക്കും, നിൻ്റെ വാചോടി വെക്കും, വിചാരിക്കും നീ അവിടുത്തെ മെയിൻ പുള്ളിയാണ്. പക്ഷേ പണ്ട് പൊടിക്കുഞ്ഞു ഭാഷ പറഞ്ഞ പോലെ ഇത് വെപ്പുകല്ല് പോലെയാണ്. ശരീരമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. ഷോ കാണിക്കും, നല്ല പല്ലല്ലേ, പക്ഷെ അവനും ആ സഭയ്ക്ക് യാതൊരു ബന്ധവും കാണത്തില്ല. അപ്പോൾ ആയുധം ധരിച്ച വില്ലാളി വീരനായ എഫ്രൈം വായിച്ചേ. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. എവർക്ക് മൈക്ക് അടക്കാരാന സമയത്ത്, പിന്നെ കൺവെൻഷൻ സമയത്ത് മാസ്യത്തിന് മൈക്ക് കിട്ടിയാൽ അയ്യോ, പിന്നെ അങ്ങോട്ട് കത്തിക്കുന്ന കത്തി കേട്ടാൽ നാട്ടുകാർ പോലും ഭയപ്പെടും. പണ്ടൊരു അച്ചായൻ മരിച്ചു കിടക്കുക, വേറെ സഭയാണ് കേട്ടോ. വരുന്നവന്മാരെല്ലാം സാക്ഷി പറയുകയാണ്.
അപ്പോൾ ഭാര്യ മോനോട് ചോദിക്കുക, എടാ നമ്മുടെ അച്ചായൻ തന്നെ ആണ്ടാ കിടക്കുന്നത്. ഇതുപോലെ എവിടെങ്കിലും മൈക്ക് കിട്ടിയാൽ, ഈ ശവസംസ്കാരത്തിന് ചിലവന്മാരൊക്കെ ഓടുന്ന മൈക്കിന് വേണ്ടിയാണ്, അവിടെ എല്ലാവരും ഒന്നും അല്ല, ചിലർ അവരുടെ മൈക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയക്കാരെ പോലെയാണ്. ആ പറയുന്നു ആച്ചാനുമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധവും കാണത്തില്ല. ചിലർ കാശ് കൊടുക്കാമെങ്കിൽ നല്ല സാക്ഷി പറയും. ഇന്നിപ്പോൾ പെന്തിക്കോസ് TPM-കാരൊരു കച്ചവട ചെറുക്ക് പോലെ മറ്റു ചില ആൾക്കാർ നോക്കുന്നത്. ഇവരോടിങ്ങനെ അടുത്തുകൂടി നിൽക്കാൻ കാശ് കിട്ടും, ഇച്ചിരി പൊക്കി പറഞ്ഞാൽ മതിയല്ലോ, ഒരുത്തിനും ഇവിടെ വരത്തില്ലല്ലോ. നിങ്ങൾ ഈ കുമളിയിലും അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. വഴിയെ പോകുന്നതിനൊക്കെ പാസ്റ്റർമാരും അവന്മാരെല്ലാം കയറി വരും. 20,000 രൂപയൊക്കെ പെൻഷൻ വാങ്ങിക്കുന്നതിനും പാസ്റ്ററായിട്ട് നടക്കുക. എന്നിട്ട് ഇവിടെ സഹായത്തിന് വന്നു. അപ്പോൾ വരുമ്പോൾ ഞാൻ ഈ കാവി മുണ്ടും ഈ കളർ ഷർട്ടും ഇട്ടുകൊണ്ട് സഹോദരന്മാരുമായിട്ട് പണിയാൻ കൂടെ നിൽക്കുക. അവർ വന്ന് എന്നോട് ചോദിക്കും, ഇവിടുത്തെ പാസ്റ്റർ ഒന്ന് കാണല്ലോ. എന്നോട് ചോദിക്കുക, പാസ്റ്റർ ഒന്ന് കാണണം. നമ്മളെ കണ്ടാൽ കുടവേറൊന്നും ഇല്ലല്ലോ, അതും നോക്കുമ്പോഴേ പാസ്റ്ററുടെ യോഗ്യത ഒന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞു, എന്നെ ആവശ്യം അല്ല, പുള്ളിയെ കണ്ടിട്ട് പറയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങും, സഹോദരന്മാർ ചിരിക്കാൻ തുടങ്ങും. കുറേ കഴിഞ്ഞ് ഞാനാ ഇവിടുത്തെ ഉപദേശം എന്ന് പറയുമ്പോൾ ഞാനങ്ങനെ ഇവിടുത്തെ ഉപദേശം, അയ്യോ അത് കാശും വേണ്ട, ഒന്നും വേണ്ട, സ്ഥലം വിടും, നമുക്കെന്ത് ലാഭമെന്നറിയാമോ. പലവന്മാരും നമ്മുടെ അകത്ത് കയറി വരുന്ന ഇപ്പോൾ വളരെ തന്ത്രപരമായിട്ട്. നമ്മുടെ ഉപദേശകാരം ചില പൊക്കി പറയാമെങ്കിൽ കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെയാണോ വേല ചെയ്യുന്നത്? അതുകൊണ്ട് ഈ തട്ടിപ്പിലൊന്നും പോയി അകപ്പെടരുത്. നീ പേരും പ്രശസ്തിക്കും വേണ്ടിയാണ് മറ്റുള്ളവരെ ചങ്ങാത്തം പിടിക്കുന്നത്. അവരിത് കാശ് പഠിച്ചുകൊണ്ട് പോകും. പിന്നെ മൈക്കിൽ കയറി ഒരു സാക്ഷി പറഞ്ഞാൽ പോരെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ എന്താ പറയും, കണ്ടോ മറ്റ് പെന്തിക്കോസുകാർ നമ്മളെ പൊക്കുന്നു, മറ്റ് പെന്തിക്കോസിലെ പാസ്റ്റർമാർ പൊക്കുന്നു. എല്ലാവരും ഒന്നും അല്ല, ഇത് ചില കള്ളന്മാരാണ്. ഇതടിച്ചുകൊണ്ട് പോകുന്ന സൂക്ഷിച്ചോണം. പിന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, എൻ്റെ അഭിപ്രായമാണ്, ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുമ്പോൾ പോയി കണ്ട് ചായ അങ്ങനെ ഇരിക്കുന്നു, ഒരു ബിസ്ക്കറ്റോ അല്ല ഒരു ചോക്ലേറ്റോ ഒക്കെ വാങ്ങിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ മുട്ടുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്നയക്ക് ആശ്വാസം. ഇത് സമുദായക്കാരെ പോലെ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിച്ചാലും ഒരുത്തിനും പോകത്തില്ല. ചത്ത് കഴിയുമ്പോൾ ഒരു പിടപ്പാണ്, അടക്കത്തിന് പോകാം. യേശുവിൻ്റെ അടക്കത്തിന് എത്ര പേരുണ്ടായിരുന്നു? ഈ ലാത്ത് കത്തിക്കുന്നതാണ് ഞാൻ ചോദ്യം ചോദിക്കുക. ഒരിക്കലെ 200 പേര് 200 പേരുണ്ട് അടക്കത്തിന്. ഒരു ദൈവദാസൻ പറയുക, ഈ സഹോദരൻ ഈ പെന്തിക്കോസ് വന്നുകൊണ്ടാണ് ഇത്രയും നല്ല അടക്കം കിട്ടിയത്. 200 പേര്. അപ്പോൾ ഞാൻ ആചാര്യോട് ചോദിച്ചു, കലാഭവൻ മണിയുടെ അടക്കത്തിന് 10,000 ആളുണ്ടായിരുന്നു. അപ്പോൾ ഈ ആൾ കൂടുന്നതാണോ അച്ചായൻ്റെ ഇതെന്ന് ചോദിച്ചു. യേശു ക്രിസ്തുവിൻ്റെ അടക്ക സമയത്ത് എത്ര പേരുണ്ടായിരുന്നു? പറ. എല്ലാം ഓടിക്കളഞ്ഞു. കൂടെ നിന്ന് പാസ്റ്റർമാരും അപ്പോസ്തലന്മാരും കൂടെ ഓടിക്കളഞ്ഞു അടക്കത്തിന്. നാളെ ഓടും. നാളെ നിങ്ങളിൽ പലരും ഉണ്ടല്ലോ പെന്തിക്കോസോ, അതെന്തുവാ? ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. അവന്മാർ കള്ളന്മാരാകട്ടെ എന്ന് പറയുന്ന പുള്ളികൾ ഇതിനകത്തിരിപ്പുണ്ട് കേട്ടോ. പ്രിൻ്റ് ഇതിനകത്തിരിപ്പുണ്ട്. നാളെ ഇത് തള്ളി പറയുന്ന പുള്ളികൾ, ഇപ്പോൾ ആവേശം കാണിക്കുന്ന ചില പുള്ളികളൊക്കെ നാളെ ഇതിനെ തള്ളി പറയും. അതുകൊണ്ട് കാണണ്ടെന്നല്ല, അടക്കത്തിന് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ രോഗിയായി, കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ അടക്കത്തിന് വന്നില്ലെന്ന് പറഞ്ഞോ ശമൂലെ. അതുകൊണ്ട് അടക്കത്തിന് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആ ആവേശവും കളയണം. എന്നിട്ട് അടുത്തെങ്ങാനൊക്കെ നമുക്ക് പോയി സഹകരിക്കാം. സൺഡേ സ്കൂൾ ഉദ്യോഗം വിട്ടു, അതും വിട്ട് ഇതും എവിടെ പോയി ഓടിയിട്ട് നിൻ്റെ ജോലി ആദ്യം ചെയ്യും. നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യും. മരിച്ചവരെ കുഴിച്ചിടട്ടെ. അല്ലെങ്കിൽ അടുത്തുള്ളവരെ, നിൻ്റെ ഉദ്യോഗം കളഞ്ഞിട്ട് നീ പോകരുത്. നീ ആയിരിക്കും നിനക്ക് വലിയ ശ്രേഷ്ഠമാണെന്നാണ്. ഒന്നുമല്ല, നീ പോ. യേശു പറഞ്ഞെന്താ? ഞാൻ രോഗിയായിരുന്നു, എന്നെ വന്ന് കണ്ടില്ല. അതിന് ചോദ്യം വരും. ഞാൻ എൻ്റെ അടക്കത്തിന് അതിൽ ആരും ചോദിച്ചോടാ നിങ്ങൾ എൻ്റെ അടക്കത്തിന് വന്നിരുന്ന് യേശു ചോദിച്ചോ? ഇങ്ങനെ ഇച്ചിരി മൗനം കാണും. കാരണം മനസ്സിലായോ? അതുകൊണ്ട് പോകേണ്ടത് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം കൊണ്ട് പോകണം. ചില ആളുകൾ നമ്മൾ പോകാതിരിക്കാൻ ഒക്കത്തുമില്ല. പക്ഷേ അതിൻ്റെ സ്പിരിറ്റായിട്ട് വേറെ ചില പുള്ളികളുണ്ട്. എന്തിനാണ് പേപ്പർ വരുത്തുന്നത്? ചരമകോളം നോക്കാനാണ്. 250 രൂപ നമ്മളൊക്കെ ചരമകോളം നോക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ട്? ചത്തവർ പോയില്ലയോ? ഇന്നലെ എന്നോട് ഒരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞതാണ്, അച്ഛാ ഞാൻ മനോരമ വരുത്തുന്നത് ചത്തവരെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. യേശു പറഞ്ഞെന്താ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ഓർമ്മയായതുകൊണ്ട് ഞാൻ ഈ ചത്തകോളം നോക്കത്തില്ല. ചത്തത് പോയി, ഇനിയിപ്പോൾ നോക്കിയിട്ടും കൊടുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും അടുത്തുള്ളവർ നമുക്ക് വിളിച്ച് പറയത്തില്ലേ സമയം കളയേണ്ട ആവശ്യമുണ്ടോ, കാശും കളയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർമാരുടെ വെളിപ്പാട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ രോഗികളായിരിക്കും പോയി കാണാൻ.
ഞാൻ പലരും അങ്ങനെ കാണാറുണ്ട്. അവർ മരിക്കുന്നതിന് മുമ്പ് മിക്കവാറും തലയാഴ്ച ഒരു ഹേമം വരും. അത് 2 ആഴ്ച മുമ്പ് പോയി കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് 1 മണിക്ക് സംസാരിച്ച് പ്രത്യാശയോടെ അയച്ച് നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മിഠായി കൊടുത്ത് സന്തോഷമായിട്ട് തിരിച്ചു വരാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ അടക്കത്തിന് പോകാൻ ഒക്കുന്നെങ്കിൽ പോവുക, അത്രയേ ഉള്ളൂ. അത് വലിയ ചടങ്ങായിട്ട് എടുക്കരുത്. നിങ്ങളുടെ ഉദ്യോഗം വിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയും വിട്ട് ഇങ്ങനെ അലഞ്ഞിട്ട് നടക്കരുത്. അവിടെ ദൈവം ചോദിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇസ്രായേലിനെതിരായിട്ട് ഈ ജാതികളെല്ലാം കൂടെ വരുന്ന സമയം. എന്താ കാരണം? അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ വിട്ടുകളഞ്ഞതുകൊണ്ടാണ് അന്ത്യക്രിസ്തുവിനെ അനുവദിക്കുന്നത്. അതാണ് എസെക്കിയേൽ നമ്മൾ വായിച്ചത്. ഇനി മറ്റൊരു വാക്യം വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഈ ഇസ്രായേലിൻ്റെ പരിശോധന കാലഘട്ടങ്ങളിൽ പ്രിയമാനവരെ ഒരു കാര്യം ഓർത്തോണം. ഇവരുടെ അകൃത്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ 2 സാക്ഷികളെ അയക്കും. ആനോക്കും ഏലിയാവ് എന്ന് പറഞ്ഞ 2 അഭിഷക്തന്മാരെ ഇവരുടെ മനസ്സ് ക്രിസ്തുവിലേക്ക് തിരിക്കാൻ, സുവിശേഷം അറിയിക്കാൻ ആ കാലങ്ങൾ, അത് 11-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. അങ്ങനെ അവർ തങ്ങളുടെ 42 മാസം, അതായത് ഈ അന്ത്യക്രിസ്തുവിൻ്റെ 2ാമത്തെ പകുതിയിൽ 42 മാസം ഇസ്രായേലിനെ ഈ സുവിശേഷം അറിയിക്കുമ്പോൾ അങ്ങനെയാണ് 144,000 പേര് അനുദപിച്ച് വരുന്നത്. വേറെ കുറേ പേരും കാണുമായിരിക്കും. എന്നാൽ 144,000 പേർ പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ അനുദപിച്ച് വരുന്നവരുടെ കൊല്ലും, മൃഗത്തിൻ്റെ കൂട്ടിൽ അവനെ കൊന്നു കഴിയുമ്പോൾ എന്തു ചെയ്യും? അവരുടെ ശവം എവിടെ ഇടുന്നത്? യെരുശലേമിലാണ്. പക്ഷേ യെരുശലേമിന് വേറൊരു പേര് വന്നു കഴിഞ്ഞു. വായിക്കാം. അവിടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായ സോദോമെന്നും മിസ്രൈമും എന്ന് പേരുള്ള മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. എന്താ ഇസ്രായേലിന്റെ യെരുശലേമിന്റെ പേര്? ഇപ്പം എന്താ യെരുശലേമിന്റെ പേര്? സോദോം. എന്താ കാരണം? ഹോമോസെക്സ്വാലിറ്റിയിൽ ഇന്ന് അഗ്രഗണ്യ രാജ്യങ്ങളൊന്നാണ് ഇസ്രായേൽ എന്നാണ് അവിടുത്തെ റിപ്പോർട്ട്. ഏറ്റവും ഇഷ്ടതാണ്. ഈ സാത്താൻ കയറി വ്യാപിക്കുമ്പോൾ ഈ നേരെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവൻ കാണിക്കും. നീ വലത്തോട്ട് നടക്കാൻ പറയും, വിശായി പറഞ്ഞ് എടുത്തോട്ട് പോകാൻ പറയും. നീ കാണിക്കുന്നതിനെല്ലാം ഓപ്പോസിറ്റായിട്ട് അവൻ കാണിക്കും. അതാണ് സാത്താൻ്റെ സ്പിരിറ്റ് എന്ന് പറയാം. ദൈവം പറഞ്ഞതിനെല്ലാം എതിരായിട്ട്. അപ്പോൾ ദൈവം മനുഷ്യനെ വംശവർദ്ധനത്തിന് വേണ്ടി ആണും പെണ്ണിനെ സൃഷ്ടിച്ചു കൊടുത്തു, അവരെ ബന്ധപ്പെടാം. പക്ഷേ സാത്താൻ അതല്ല, ദൈവം പറഞ്ഞതിനെതിരായിട്ട്. നീ ആണിനെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ആണിനോട് ഇത് ചെയ്യും, പാപം ചെയ്യും, പെണ്ണിനോടും ചെയ്യും. അത് ദൈവത്തിന് വിരോധമായൊരു പാപമാണ്. ആ പാപത്തിന് ന്യായവിധിയുണ്ട്. അതാണ് സോദോമിനെ. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പേര് ഈ ഹോമോസെക്സ്വാലിറ്റിയോട് വർദ്ധിക്കുന്നതുകൊണ്ട് ദൈവം തന്നെ മുൻകൂട്ടി എഴുതി വച്ചിരിക്കുന്നതാണ്. സോദോമെന്നും പിന്നെ മിസ്രൈം, വ്യാപാരികൾ, കാശുണ്ടാക്കണം. ഇതും കാണിച്ച് ആരുടെ എല്ലാവരും കഴിഞ്ഞാൽ കാശുണ്ടാക്കണം. ഇസ്രായേലിൻ്റെ 2 സ്പിരിറ്റാണ്. മിസ്രൈം പണം ഉണ്ടാക്കി പേരും പ്രതാപം ഉണ്ടാക്കണം. എല്ലാ രാജ്യങ്ങളെക്കാൾ ഞങ്ങൾക്ക് മുമ്പിൽ വരണം. ദൈവത്തെ കൂടാതുള്ള പോക്കാവന്മാർ ചെയ്യുന്നത്. ദൈവം അവരെ മുന്നിൽ കൊണ്ടിരുന്നതിന് പകരം ഞങ്ങൾക്ക് പേരുണ്ടാക്കണം. ആ പിശാച് അവർക്കും കയറി. നമ്മളിൽ കയറില്ല കേട്ടോ. മറ്റുള്ളവരുടെ പേരുണ്ടാക്കാനും മറ്റുള്ളവരുടെ അംഗീകാരത്തിനൊന്നും പോലും മറഞ്ഞിരുന്നുകൊണ്ട് കർത്താവിനെ സേവിച്ച് അക്കരയ്ക്ക് പോകാൻ നോക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ അംഗീകരണവും പേരും പ്രശസ്തിയും പൊക്കാൻ വരുന്നതിനൊക്കെ അപ്പോഴേ ഇറക്കി വിട്ടേക്കണം. ഏതാ പൊക്കാൻ വരുന്നതിനൊക്കെ അപ്പോഴേ പറഞ്ഞ് സ്ഥലം പിടിച്ചോണം. ഈ പൊക്കാൻ വരുന്നതെല്ലാം പിശാചാണ്. ആരുടെയും പ്രശംസ ഇഷ്ടപ്പെടരുത്. ആരും നമ്മളെ പ്രശംസിക്കുമ്പോൾ വിചാരിച്ചുകൊണ്ട് നിനക്ക് അയ്യോ കഷ്ടം. അങ്ങനെ ഇസ്രായേലിൻ്റെ പാപം അതിക്രമിച്ച് കഴിയുമ്പോഴാണ് ഈ അന്ത്യക്രിസ്തുവിനെ അവർക്ക് പ്രവാസത്തിൻ്റെ ഇതായിട്ട് വിടുന്നത്. അങ്ങനെ അവർ ഞെരുക്കും. ഞാൻ അരിയലിനെ ഞെരുക്കും. സകല ജാതികളും ഞെരുക്കി ഇസ്രായേലിനെ ഞെരുക്കി പരുവക്കേടായിട്ട് മാറുന്ന സമയം, 2ാമത്തെ ഉപദ്രവകാലത്തിൽ. അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? യേശു ക്രിസ്തുവിലേക്ക് നോക്കി നിലവിളിക്കും. സക്കറിയ 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ വായിക്കാം. സക്കറിയ 12:11 മുതൽ ഇവിടെ വായിക്കുന്നു. ഏകജാതന് വേണ്ടി നിലവിളിക്കുന്ന പോലെ. കാരണം അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് യേശു ക്രിസ്തുവാണ് യഥാർത്ഥ മശിയ, ഇവൻ കള്ളനാണ്, ഇവൻ കേട്ടിൻ മകനാണ് എന്നുള്ള ബോധ്യം വരുന്നത്. ആ ബോധ്യം വരുമ്പോഴാണ്, അത് ബോധ്യപ്പെടുത്തുന്ന ആരാ? ഈ ആനോക്ക് എലിയാമിൻ്റെയും പ്രവചനകാലം തൊട്ടിങ്ങനെ അവരുടെ മനസ്സിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ ഏകജാതനെ പോലെ വാക്യം 12:11 ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ കൃപയുടെയും യാചനയുടെയും മനസ്സിലാവുന്നു. ഈ 2 ആത്മാവാണ് നമ്മൾ ഈ ആനോക്ക് എലിയാവെന്ന് പറയുന്നത്. ഇനി 6 പേര് വന്നാൽ ആര് വന്നാൽ ഈ 2 സ്പിരിറ്റാണ്. അത് ശരീരം ആരുടെ ആണെങ്കിലും ശരി, നമ്മൾ അറിഞ്ഞിരിക്കുന്ന പോലെ 2 പേര് മരണം കാണാൻ എടുക്കപ്പെട്ടുകൊണ്ട് അവരുടെ പേര് പറയുന്നുള്ളേ ഉള്ളൂ.
അതങ്ങനെ ആയിരിക്കാം. കാരണം രണ്ടുപേരും വന്ന് മരിക്കണമല്ലോ. ഒരിക്കൽ മരണവും പിൻപ് ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ മരിക്കാതെ പോയ രണ്ട് പഴയ വിശുദ്ധന്മാർ, ഒന്ന് ആനോക്കും ഒന്നും ഏലിയാവുമാണ്. അപ്പോൾ അതുകൊണ്ട് ആനോക്ക് ഏലിയാവും. അതുകൊണ്ടാണ് ടിപ്പേങ്കാർ നമ്മൾ പഠിപ്പിക്കുന്നത് അത് ആനോക്ക് ഏലിയാവായിരിക്കാം എന്ന് പഠിപ്പിക്കുന്നത്. പക്ഷേ ആനോക്ക് ഏലിയാവിൻ്റെ ശരീരമല്ല പ്രശ്നം, ഈ രണ്ട് സ്പിരിറ്റാണ്. കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. അപ്പോൾ കൃപയ്ക്കായിട്ട് അവർ അപേക്ഷിക്കും. തെറ്റിപ്പോയി, ദൈവമേ ഞങ്ങൾ തെറ്റി, നിന്നെ തള്ളി എന്ന് പറഞ്ഞില്ലയോ, ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ. അത് നല്ല ദേശത്തോടല്ല, യേശുവിൻ്റെ രക്തം നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. എന്തിനാ? നമ്മുടെ പാപങ്ങൾ കഴുകാൻ. ഇവർ തലതിരിഞ്ഞ് പറഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ന്യായവിധി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഏകജാതന് വേണ്ടി നിലവിളിക്കുന്ന പോലെ അവരുടെ മേൽ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരുമ്പോൾ അവർ കൃപയ്ക്കായിട്ട് അപേക്ഷിക്കും, യാചിക്കും. ആ കൃപയ്ക്ക് പ്രതീകമാണ് മനസാക്ഷ്യം കാലത്തിലെ ആനോക്ക്. ദൈവത്തോട് നടന്ന് കൃപ ലഭിച്ചെന്നാണ്. ആനോക്കിന് ദൈവത്തോട് നടക്കാൻ കൃപ ലഭിച്ചു. എന്നാൽ ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ദൈവത്തോട് യാചിച്ചു, ദൈവമേ ഈ കള്ളപ്രവാചകന്മാരെ ന്യായം വിധിക്കണമേ, തീയിറക്കി. അതാണ് കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പകരും. വായിക്കാം. തങ്ങൾ കുത്തിയിട്ടുണ്ടെങ്കിലേക്ക് അവർ ആരെ കുത്തി? യേശു കർത്താവിനെ അവരുടെ മണ്ണിലിട്ട് അവർ കുത്തി കൊന്നില്ലേ, ക്രൂശിച്ചില്ലേ? ക്രൂശീകരണം ദൈവേഷ്ടമാണെങ്കിലും അവർ വൈരാഗ്യത്തോടല്ലേ ചെയ്തത്. അന്നാണ് യഹൂദൻ്റെ കണ്ണ് തുറക്കുന്നത്. അവർ കുത്തിയ മശിയായാണ്. അതാണ് യഥാർത്ഥ മശിയ. ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ആലയത്തിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ യേശു പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കണ്ട. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. അപ്പോഴാണ് അവർക്ക് ബോധം വരുന്നത്. അപ്പോൾ അന്ത്യക്രിസ്തു അവർക്കെതിരാകും, മുഴുവൻ ശത്രുവായിത്തീരും. അനേകരെ അവൻ കൊല്ലും, അനേകരെ ഉപദ്രവിക്കും, പെണ്ണുങ്ങളെ വഷളാക്കും. ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് അവർ വീണ്ടും വായിക്കാം. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. അവൻ അവനെ കുറിച്ച് വ്യസനിക്കും. അപ്പൊ ഇന്ന് ഇസ്രായേലിനെതിരായിട്ട് വലിയ ശക്തി നമ്മൾ കാണുന്നുണ്ടല്ലോ. അവരെ ഉപദ്രവിക്കാൻ ഒരു രാജ്യം. എന്താ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം? ഒരു ചരിത്ര പശ്ചാത്തലം സത്യമായിട്ടുണ്ട്. അത് ഒരു ചരിത്രപരമായിട്ട് ഞാൻ പറയാം. ഞാനൊരു ഹിസ്റ്ററി വളരെ പഠിച്ച മനുഷ്യനാണ്. ഹിസ്റ്ററിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഹിസ്റ്റോറിക്കൽ ബേസിലൊരു കാര്യം പറയാൻ പോവുകയാണ്. അതാരും വിഷമിപ്പിക്കാനോ കൂത്താനോ അല്ല. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം AD 600 കാലയളവിൽ, അല്ലെങ്കിൽ 635 കാലയളവിൽ യൂറോപ്പ് രാജ്യങ്ങളെ, ആ ഭാഗങ്ങൾ തുർക്കി, ഏഷ്യ മൈനറെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത് ബൈസന്റൈൻ കിങ്ഡം, ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള രാജാക്കന്മാരാണ് ആ പ്രദേശങ്ങളെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത്. AD 635 ബൈസൻ കിങ്ഡം എന്ന് പറയും. അത് കുറേ കാലങ്ങൾ അവർ ഭരിച്ചു. റോമൻ സാമ്രാജ്യം വെസ്റ്റേൺ ഈസ്റ്റേണായിട്ട് പിരിഞ്ഞതിന് ശേഷം ആ ഈസ്റ്റേൺ രാജ്യങ്ങളെല്ലാം ഈ ബൈസൻ കിങ്ഡമായിട്ടാണ്, അല്ലെങ്കിൽ ബൈസൻ ചക്രവർത്തി അവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഭരിക്കുന്ന സമയത്താണ് നമുക്കറിയാം ഈ മക്കയിൽ നിന്നും മദീനയിൽ നിന്നൊക്കെ ഈ ഇസ്ലാമിക രാജ്യം 622 AD 622 മുഹമ്മദ് നബി മരിച്ചു. അതിനുശേഷം ഖലീഫ ഉമ്മർ എന്ന് പറയുന്ന ഒരു വലിയ സൈന്യം ഉണ്ടാക്കിയതിന് ശേഷം ഈ ഖലീഫ ഉമ്മർ പലായനം ചെയ്ത് രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുകയായിരുന്നു വാളിനാൽ. അങ്ങനെ വാളുകൊണ്ട് ഉണ്ടാക്കി എടുത്തൊരു സാമ്രാജ്യമാണ് മിക്കവാറും ഈ യൂറോപ്പിലും കാണുന്നത്. അങ്ങനെ ഈ പറഞ്ഞ തുർക്കിയെ നിങ്ങൾ പഠിച്ചു നോക്കി. ഈസ്റ്റാംബൂൾ എന്ന് പറയുന്ന തുർക്കി, അവിടെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 സഭകൾ. സ്മുർണ, ലവോദിക്കിയ, എഫെസോസ്, തുയത്തര, പിന്നെ ഈ കടന്ന 7 സഭകളും നിലനിന്നത് തുർക്കിലാണ്. ഇന്ന് അവിടെ ഒരൊറ്റ ക്രിസ്ത്യാനികളില്ല. അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിലൊക്കെയും പൗലോസിൻ്റെ മിഷണറി യാത്ര, 2-3 മിഷണറി യാത്ര കൊണ്ട് അനേകർ വിശ്വാസം എന്ന സ്ഥലങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഫിലിപ്പീൻസ്, കോരിന്ത് എല്ലാം തരിശായി കിടക്കുകയാണ്. അതിന് കാരണമുണ്ട് കേട്ടോ. ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവന്മാർ കർത്താവിനെ പിൻപറ്റിയതിന് ശേഷം സമൃദ്ധി വന്നപ്പോൾ ഇവരെല്ലാം മ്ലേച്ഛന്മാരായി തീരാൻ തുടങ്ങി. അവിടെ അതൊരു കാരണമാണ്. ഇന്നും അങ്ങനെയല്ലേ, സാമ്പത്തികം വർദ്ധിച്ചു കഴിയുമ്പോൾ എല്ലാം ഷേപ്പ് മാറുന്നില്ലേ ഇപ്പം കൂടെ. അപ്പോൾ അന്നും ക്രിസ്ത്യാനികൾ ഈ പറഞ്ഞ പോലെ സമ്പത്ത് വർദ്ധിച്ച് അഹങ്കാരം കൂടി ദുർമാർഗത്തിലേക്ക് ഇറങ്ങി തിരിഞ്ഞപ്പോൾ ദൈവം ഇങ്ങനെയുള്ള എല്ലാവരെയും ഏൽപ്പിക്കും. 1917 മുമ്പ് റഷ്യയിലും പോളണ്ടിലൊക്കെ സാർ ചക്രവർത്തിമാർ ദുർഭരണം നടത്തി, ഏകാധിപത്യ ഭരണം നടത്തിയപ്പോൾ
ദൈവം കമ്മ്യൂണിസത്തെ വിട്ടുകൊടുത്തു. എഴുന്നേറ്റ് നീ പൊക്കോളാൻ പറഞ്ഞു. പോയി അമ്മമാർ പോയി നിരത്തി തന്നു. അപ്പോൾ ഓരോ പ്രതികൂല സാമ്രാജ്യങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അതിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. കാരണം ജനം വഷളായി പോയി കഴിഞ്ഞാൽ പിന്നെ നിർത്തേണ്ട ആവശ്യമില്ല. പറമ്പിൽ കയറി നമ്മൾ കള പറിച്ചില്ലേ, പറമ്പിൽ കള വന്നു കഴിഞ്ഞാൽ പിന്നെ കള പറിച്ചു കളയാനേ ഒക്കത്തുള്ളൂ. അപ്പം ക്രിസ്ത്യാനിത്വത്തിൻ്റെ ബേസ് നഷ്ടപ്പെടുത്തി തോന്നിവാസ ജീവിതം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം വിട്ടുകൊടുത്തു. അങ്ങനെയാണ് ഈ ക്രിസ്തീയ രാജ്യങ്ങളെല്ലാം കയറി ആക്രമിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം. പക്ഷേ അതിനകത്ത് പരമാർത്ഥികൾ മരിക്കും, പരമാർത്ഥികളും ചാകും. പക്ഷേ പരമാർത്ഥികൾക്ക് ഒരു ഗുണമാണ്. എന്താ? അവർ സഹസ്രാബ്ദ വാഴ്ചയിൽ 1000 വർഷത്തേക്ക് അവരെ ദൈവം ഉയർപ്പിക്കും. മറ്റവരൊക്കെ ന്യായവിധിക്ക് സൂക്ഷിക്കപ്പെടും. ഇത് ഓർമ്മയിരുന്നോണം. അപ്പം AD 622 മുഹമ്മദ് നബി എന്ന് പറയുന്ന അവരുടെ പ്രവാചകൻ അവരുടെ പ്രഭാഷണം നടത്തി ഈ മതം ഉണ്ടാക്കുന്നത്. അതിനുശേഷം അപ്പോൾ ആ സമയങ്ങളിൽ മക്ക മദീന എന്ന് പറയുന്ന 2 സ്ഥലമേ ഇവർക്കുള്ളൂ. പിന്നീട് AD 30 കാലയളവിൽ അതിനുശേഷം ഖലീഫ ഉമ്മർ, ഖാലിദ് ബിൻ ഖാലിദ് എന്ന് പറഞ്ഞ ഒരു ഉമ്മർ എന്ന് പറഞ്ഞ ആ ഒരു പടയാളി എല്ലാ സൈന്യങ്ങളെ ശേഖരിച്ച് ഇങ്ങനെ ആക്രമിച്ച് ബൈസന്റൈൻ കിങ്ഡം പലയിടത്തും അവൻ വശത്താക്കി കളഞ്ഞു. വാളുകൊണ്ട് വെട്ടി അങ്ങനെ രാജ്യം. അപ്പോൾ യൂറോപ്പിലേക്ക് കിടന്നു. യൂറോപ്പിലേക്ക് കിടക്കുന്ന സമയത്ത് അന്നത്തെ പോപ്പായിരുന്ന ഗിരിഗിരി 8 അദ്ദേഹം സ്ട്രോങ് ആയിരുന്നു, കത്തോലിക്കരുടെ പോപ്പ്. ഇംഗ്ലണ്ടിലെ രാജാവ് ഹെൻറിയെയും വിളിച്ചിട്ട് ഫ്രാൻസിലെ രാജാവായ ഫിലിപ്പിനെയും വിളിച്ചിട്ട് പറഞ്ഞു, യൂറോപ്പ് കൈവിട്ടു പോകും, നിങ്ങൾ ആ യുദ്ധം ഏറ്റെടുക്കണം, ഫുൾ സപ്പോർട്ടും കൂടെ. അങ്ങനെയാണ് കുരിശുയുദ്ധം. ആ കുരിശുയുദ്ധത്തിൻ്റെ പ്രഖ്യാപനത്തിൽ 1929 തോന്നുന്നു, 29 ഈ പറഞ്ഞ 1100. അപ്പോൾ 1189 കാലയളവിലും ഈ പറഞ്ഞ 700 AD 700 മുതൽ ഈ സാമ്രാജ്യം വളർന്നുകൊണ്ടേയിരുന്നു. ഇസ്ലാമിക സാമ്രാജ്യങ്ങളിങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ AD 1189 ഹെൻറിയും ഫിലിപ്പും ഫ്രാൻസും ഇംഗ്ലണ്ടും കൂടെ ചേർന്ന് ഒരു വലിയ സൈന്യത്തെ ഉണ്ടാക്കി. അപ്പോൾ യെരുശലേം ഈ ഉമ്മർ പിടിച്ചു. ആ കാലഘട്ടത്തിൽ ഉമ്മർ വന്ന് യെരുശലേമിനെ പിടിച്ചു. യെരുശലേമിനെ പിടിച്ചു കഴിഞ്ഞ് ഇവരുടെ യുദ്ധത്തിൽ ഹെൻറി, ഫിലിപ്പ് ഇവർ ചേർന്ന് 1192 യെരുശലേമിനെ വീണ്ടും മോചിപ്പിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ യഹൂദൻ്റെ കസ്റ്റഡിയിൽ ഇത് കിടക്കുന്നത്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടൊക്കെ ഇപ്പോൾ ക്രിസ്ത്യാനിയുടെ ഇല്ലേ. അപ്പോൾ അങ്ങനെ വീണ്ടും അത് തിരിച്ച് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓട്ടോമൻ കിങ്ഡംസിൽ നിന്ന് ഇവരെ മാറ്റിയെടുത്തു. പക്ഷേ നബി സ്വർഗാരോപണം ചെയ്തത് അവിടെയാണ് അവർ വിശ്വസിക്കുന്നത്. യെരുശലേമായിരുന്നു അവരുടെ പുണ്യഭൂമി. പിന്നെയാണ് മക്കയും മദീനയിലേക്ക് മാറ്റിയത്. അപ്പോൾ യെരുശലേം അവരുടെ ഒരു എന്തു പറയും ഒരു വികാരമെന്ന് നമ്മുടെ ആര് പറഞ്ഞു പോലെ, ജോസ് കെ മാണി പറഞ്ഞ പോലെ, പാല എനിക്കൊരു വികാരമെന്ന് പറഞ്ഞ പോലെ യെരുശലേം ഇസ്ലാമികൾക്കൊരു വികാരമാണ്, ക്രിസ്ത്യാനികൾക്കും വികാരമാണ്. കാരണം ക്രിസ്തു ജനിച്ചു വളർന്നല്ല അവിടെ ക്രൂശിക്കപ്പെട്ടു. അതുപോലെ യഹൂദനും 3 പേരുടെ വികാരമാണ് ഏത്? യെരുശലേം. അതിനാണ് ഈ യുദ്ധങ്ങൾ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഈ ഇസ്ലാമിക സ്റ്റേറ്റുകളെല്ലാം ചേർന്നും ഈ റഷ്യയും ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിനെതിരായിട്ട് യുദ്ധത്തിന് വരും. അങ്ങനെ ഇസ്രായേൽ മൗണ്ടൻ പർവ്വതങ്ങളിൽ ഇത് തമ്പടിച്ച് അവർ യെരുശലേം പിടിക്കും. അങ്ങനെയാണ് 14:2 വായിക്കുമ്പോൾ പാതി പ്രവാസത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ രാജ്യം പ്രഖ്യാപിച്ചു കൊടുത്ത് ആഘോഷിച്ചൊക്കെ വരുമ്പോൾ ഇവരുടെ ഉപദ്രവങ്ങൾ സഹിക്കാതെ വരുമ്പോഴാണ് മശിഹ ഇറങ്ങി വരുന്നത്. കർത്താവ് വന്ന് യുദ്ധം ചെയ്യും. 14-ാം അധ്യായത്തിലല്ലേ, ഞാൻ സകല ജാതികളുടെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും, നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. ജനത്തിൽ ശേഷിപ്പുള്ളവര് അത് 154,000 പേര് ഉൾപ്പെടുന്നുണ്ടല്ലോ, അവർ മുദ്രയിട്ട് കാക്കും. പിന്നെ എന്നാൽ യഹോവ പുറപ്പെട്ട് നോക്കണം, യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതത് പോലെ ആ ജാതികളോട് പൊരുതും. യുദ്ധ ദിവസത്തിൽ പൊരുതുന്ന പോലെ ആ ഇസ്രായേലിനെ സഹായിക്കാൻ ആരുമില്ല. അവർ അനേക ആയിരങ്ങൾ നശിച്ച് മണ്ണൊടുങ്ങും. തങ്ങൾക്കെല്ലാം അബദ്ധമായി പോയത് മനസ്സിലാകും. പക്ഷേ ശേഷിപ്പൊരു ഗുണം, അവർ ദൈവത്തോട് നിലവിളിക്കും. അങ്ങനെ ഏകജാതനെ പോലെ നിലവിളിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു, അത് ഇസ്ലാമിസ്റ്റുകളും കേട്ടോ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നുണ്ട്, ഈശാ നബി വന്ന് ദജ്ജാലിനെ ഇല്ലാതാക്കും, അതവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദജ്ജാൽ എന്ന് പറയുന്ന പുള്ളി തന്നെയാണ് 13-ാം അധ്യായത്തിൽ വരുന്ന കടലിൽ നിന്ന് വരുന്ന മൃഗം, സാമ്രാജ്യ നേതാവ് തന്നെയാണ്
വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്ന കുതിരപ്പുറത്ത് വരുന്നത്. ഇത് അവർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുകയാണ്. അതിനാണ് അവർ ഇതിനെ ഇമാം മഹദി എന്നും മറ്റവനെ ദജ്ജാളെന്നും വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ അവർ സമ്മതിക്കുന്നുണ്ട് ഈസാ നബി ഇറങ്ങി വന്ന് ഈ ദജ്ജാളിനെ ഇല്ലാതാക്കും, അങ്ങനെ രാജ്യം സ്വതന്ത്രമാക്കുന്നു, അവരതും വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ ബൈബിളിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ എടുത്തിങ്ങനെ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പലതും തെറ്റിപ്പോകുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. അങ്ങനെ യേശു ക്രിസ്തു ഇവർക്കെതിരായി പൊരുതും. ഈ രാജ്യങ്ങൾക്കെതിരായിട്ട് കർത്താവ് തന്നെ ഇറങ്ങി വന്ന് ന്യായം നടത്തുമെന്നാണ്. ഇസ്രായേലിന് ശേഷിക്കുന്നവർ മാനസാന്തരപ്പെട്ടല്ലോ, അവർ ദൈവത്തോട് നിലവിളിക്കും. അങ്ങനെ ക്രിസ്തു വീണ്ടും ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതിൻ്റെ മറ്റൊരു പകർപ്പാണ് യെശയ്യാ 63-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിച്ച്. യെശയ്യാ 63:3 അവിടെ വായിക്കുമ്പോൾ താൻ ഏകനായി മുന്തിരിച്ചക്ക ചവിട്ടിയെന്നാണ്. 63:3 യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള ഒരു കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. ദൈവത്തിന്റെ കയ്യിൽ രാജമുടി. താഴോട്ട് വായിക്കാം. 63:3 ഞാൻ ഏകനായി മുന്തിരിച്ചക്ക ചവിട്ടി, പിന്നെ ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു, പിന്നെ എൻ്റെ കോപത്തിലും ക്രോധത്തിലും. ഇപ്പം ദൈവത്തിൻ്റെ കോപവും ക്രോധമാണ് ഈ അവസാന കാലങ്ങളിൽ 7 കലശമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നില്ലേ? 8-ാം അധ്യായം മുതൽ 7 കലശവും 14-ാം അധ്യായത്തിൽ കാണുന്ന 15-ൽ കാണുന്ന 7 കാഹളവും. ഈ സമയത്ത് ഭൂമിയിൽ ഭയങ്കരമായ ന്യായവിധികളാണ് ഉണ്ടാകുന്നത്. കാരണം ഭൂമിയെ ശുദ്ധീകരിക്കുകയാണ്. ഇവിടെയുള്ള ദുഷ്ടന്മാരും പ്രാകൃതരും എല്ലാം ചത്തുടങ്ങിപ്പോണം. ഭൂമി ശുദ്ധീകരിക്കും, മനുഷ്യരെ ശുദ്ധീകരിക്കും, പ്രകൃതി ശുദ്ധീകരിക്കും. അതിന് ശേഷമാണ് സഹസ്രാബ്ദത്തിലേക്ക് മനുഷ്യനെ കയറ്റുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഏകനായി മുന്തിരിച്ചക്ക ചവിട്ടി, മുന്തിരിച്ചക്ക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ രക്തം ഒഴുകുന്ന പല ന്യായവിധികൾ ഉണ്ടാകുന്നുണ്ട്. അത് എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ വായിച്ച്. എസെക്കിയേൽ 38-ന്റെ 18 മുതൽ 22 വരെ ഈ സൈന്യങ്ങളെല്ലാം എവിടെ ചെല്ലും? ഇസ്രായേൽ പർവ്വതത്തിൽ ചെന്ന് അവർ കാര്യം സാധിക്കും. യെരൂശലേമിനെ പാതി പ്രവാസത്തിലാക്കി കൊണ്ടുവരും. അതൊക്കെ നടത്തിയതിന് ശേഷം അടുത്തത് അന്യായത്തിലേക്ക് തിരിയുന്ന സമയത്തിൽ ദൈവം അവർക്കെതിരായിത്തീരും. മറ്റത് ന്യായം. അന്യായങ്ങളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം അവർക്ക് ശത്രുക്കളായിത്തീരും. 18 മുതൽ 22 വായിക്കാം. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ നോക്കണം. ഇസ്രായേലിന് വിരോധമായി ഗോഗ് മാഗോഗ് എന്നൊക്കെ പറയുന്ന പഴയ പേരുകളാണ് കേട്ടോ. പഴയ ആദിമകാലത്തിലുള്ള മനുഷ്യരുടെ പേരുകളാണ്. ആ പേരിൽ അറിയപ്പെടുന്ന ഏദോമിയ സന്തതികൾ, ഏദോമിയരുണ്ട്. ആ ഏദോമിയരെല്ലാം ചേർന്നാണ് ഈ പറഞ്ഞ ഈ പാർട്ടികളെല്ലാം. വായിക്കാം. എന്റെ ക്രോധം എന്റെ മൂക്കിൽ ഉജ്ജ്വലിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. നോക്കണം, ഇസ്രായേൽ ദേശത്തിൽ ഒരു വലിയ ഭൂകമ്പം. ഭൂകമ്പത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ വന്നിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഈ കെമിക്കൽ വെപ്പേൺസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കെമിക്കൽ വെപ്പേൺസ്. അന്ന് റോബോട്ടുകളുടെ കുതിരകളും റോബോട്ടിൻ്റെ സൈന്യം അതുമൊക്കെ ഉണ്ടാകും. റോബോട്ടിൻ്റെ കുതിരകളൊക്കെ ആണ്. അതുകൊണ്ടല്ലേ സ്ത്രീയുടെ മുഖം, മുടി പോലത്തത്, കുതിരയുടെ ഷേപ്പ്, ഇതെല്ലാം റോബോട്ടുകളായിരിക്കാനാണ് സാധ്യത. അങ്ങനെ റോബോട്ട് മനുഷ്യൻ കുതിര ഇപ്പോഴുണ്ടല്ലോ, യൂട്യൂബിലൊക്കെ നോക്കിയാൽ കുതിരകളെ കൂടുന്ന കണ്ടിട്ടില്ലേ, റോബോട്ട് കുതിരകൾ. അപ്പോൾ അതെല്ലാം ഹൈ ക്വാളിറ്റിയിലുള്ളതായ സൈന്യങ്ങൾ ഇതിനെല്ലാം എടുക്കും. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ കെമിക്കൽ വെപ്പേൺസ് കൊണ്ട്, അതായത് പണ്ട് സദാം ഹുസൈൻ ഇറാൻ്റെ നേരെ പ്രയോഗിച്ച പോലെ കുവൈറ്റിന് നേരെ ഈ രാസായുധം, ആ രാസായുധങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഭൂകമ്പത്തിൽ ഇതെല്ലാം ഉടഞ്ഞ് യവന്മാർ തന്നെ എല്ലാം ചത്തു. അസ്ഥിയെ തൊടാൻ പോലും മനുഷ്യർക്ക് പേടിയാണ്. കാരണം അതിൻ്റെ 2ാം ലോകമഹായുദ്ധകാലത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ പരിസരത്തുള്ള മനുഷ്യരെ തൊട്ടാൽ അപകടമാണ്. അപ്പോൾ ഈ വെന്തുപോയ മനുഷ്യൻ്റെ അസ്ഥികൾ എസെക്കിയേൽ 39-ാം അധ്യായത്തിലുണ്ട്. ആ അസ്ഥികളെ അടക്കാൻ തന്നെ ഒരു പ്രത്യേക സേനയെ, നമ്മുടെ കോവിഡ് കാലത്തിൽ കോവിഡ് മനുഷ്യരെ പരിഹരിച്ച പോലെ സ്പെഷ്യൽ സേനകളെ അവരെ നിയമിക്കും. അവർക്ക് പ്രത്യേക ഡ്രസ്സും പ്രത്യേകമായ സജ്ജീകരണങ്ങൾ കൊണ്ട് ഈ അസ്ഥികളെല്ലാം പെറുക്കി ഗോഗ് ഹമ്മോൻ താഴ്വര എന്ന് പറയുന്നത് ശവക്കോട്ടെ കൊണ്ടിട്ട് അതിനെ നശിപ്പിച്ചു കളയും. അത് 39-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം, ഈ കാലങ്ങളിൽ സമാന്തരമായിട്ട് വേറൊന്ന് വരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 17-2-3 വായിക്കാം. വെളിപ്പാട് പുസ്തകം 17-2-3. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന്, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 2-3. പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ അതാരാണ് ഈ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യ? ഈ അന്ത്യക്രിസ്തുവിൻ്റെ കാലത്തിൽ
രൂപപ്പെടുന്ന മതത്തിൻ്റെ ഏകീകരണമാണ് മത നേതാവ്. മതവും രാഷ്ട്രീയവും ഒന്നാകും. കാരണം പൊളിറ്റിക്കൽ, ഇപ്പോൾ പറയത്തില്ലേ പൊളിറ്റിക്കൽ ഇസ്ലാം, പിന്നെ റിലീജിയൻ ഇസ്ലാം എന്ന് പറയുന്നത്. ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുമല്ലോ റിലീജിയൻ ഇസ്ലാം നല്ല മനുഷ്യരാണ്, ഇതൊന്നും നല്ല മനുഷ്യരാണ്, കുഴപ്പമില്ല. പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാം അതാണ് അപകടം എന്ന് ഇപ്പോഴും ആൾക്കാർ പറയുന്നില്ല. അത് ഇസ്ലാമികൾ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഈ ക്രിസ്ത്യാനിയും ഹിന്ദു എല്ലാം അതിനകത്ത് ഉൾപ്പെടും അവസാനത്തിൽ. അതാണ് ഇവിടെ ഏകലോക മതം, ഏകലോക ഗവൺമെൻറ്, രണ്ടും ഏകീകരിക്കപ്പെടും. അപ്പോൾ അതാണ് ഈ വേശ്യ എന്ന് പറഞ്ഞ സ്ത്രീ. വായിക്കാം. പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് പെരുവെള്ളം എന്ന് പറഞ്ഞാൽ കടലിൻ്റെ പുറത്തിരിക്കുക എന്നുള്ളതല്ല. അതിൻ്റെ 17-ാം വാക്യത്തിൽ 15-ാം വാക്യത്തിലുണ്ടല്ലോ വംശങ്ങളും പുരുഷാരങ്ങളും. 17-ാണ് 15-ആണോ വായിച്ചേ? വെള്ളം, വംശങ്ങളും. അപ്പോൾ ലോകം മുഴുവനും ഈ ശക്തി വ്യാപിക്കും. സക്കറിയ പ്രവചനം 5-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു ഏഫയ്ക്കകത്ത് 2 സ്ത്രീകളെ അടച്ച് സീനാർ ദേശത്ത് കൊണ്ടുവന്ന ആളാണ്. സീനാർ ദേശം എന്ന് ഇറാഖ്. അപ്പോൾ ഈ അന്ത്യകാലത്തിൽ വേൾഡ് ട്രേഡിംഗ് സെൻറ്ററിൻ്റെ ഇപ്പം നമുക്കറിയാം ലൂലു മാൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഉത്തർപ്രദേശിലൊക്കെ ഉണ്ടല്ലോ. ഇതുപോലെ പല ലൂലു മാളായിരിക്കണമെന്നില്ല, വേറെ പേരിൽ ഈ വ്യാപാര കേന്ദ്രങ്ങളെല്ലാം ലോകത്തിലുണ്ടാകും. എന്നിട്ട് ലോക വ്യാപാര സംഘടന നേതൃത്വത്തിന് ഒരാൾ കാണും. ആ നേതൃത്വം ആണ് എല്ലാം നിശ്ചയിക്കുന്നത്. ഇതിനെന്നെ വില വേണം. ഇപ്പോഴുണ്ടല്ലോ വ്യാപാരികൾ അങ്ങനെയല്ല, മൊബൈൽ കൂടെ അവർ നിശ്ചയിക്കും. സവോളയ്ക്ക് 10 രൂപ കൂട്ടണോ 20 രൂപ കൂട്ടണോ. സവോളയുടെ കൂട്ടലല്ല, ഇതൊക്കെ കൂട്ടിയേക്കുക. അവരാണ് നിശ്ചയിക്കുന്നത്. അത് മുഴുവൻ ലോകത്തിൽ ഒറ്റ ശൃംഖലയിൽ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മിടുക്കന്മാരെ ലാഭം പോയി എന്ന് പറഞ്ഞ പോലെ ഈ വ്യാപാര ശൃംഖലയിലെ ക്യാപിറ്റൽ സിറ്റിയാണ് ഈ പറഞ്ഞ ഇറാഖ്. അതുകൊണ്ടാണ് സക്കറിയ നമ്മൾ വായിക്കേണ്ടത്. സീനാർ ദേശത്ത് കൊണ്ടുപോയി അതിനെ സ്ഥാപിക്കും. ഇപ്പോൾ സീനാർ ദേശം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പണ്ട് നിമ്രോദിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിനെതിരായിട്ട് നോഹയുടെ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ വലിയ ബാബേൽ കോട്ട ഉണ്ടാക്കി ദൈവം പൊളിച്ചു കളഞ്ഞു. നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്തിൽ താനും ഒരു ഏകാധിപതിയായി വാഴാൻ ശ്രമിച്ചു, ദൈവം താഴ്ത്തിക്കളഞ്ഞു. സദാം ഹുസൈൻ പറഞ്ഞു ഞാനാണ് മോഡേൺ നെബൂഖദ്നേസർ, പക്ഷേ അവൻ തട്ടിപ്പോയി, സമയമായില്ല. പക്ഷേ അവസാന കാലത്തിൽ ഇതാ പെരുവെള്ളത്തിന്മേലൊരു വേശ്യ ഇരിക്കുന്നു. വേശ്യ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വശീകരണ സ്പിരിറ്റാണ്. ഇതിന്ന് ആത്മീയ കോളത്തിലും കയറുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ടല്ലോ ഇസബേൽ എന്ന സ്ത്രീയെ നിങ്ങൾ അത് സൂക്ഷിച്ചോണം. വേലക്കാരും വിശ്വാസികളിലേക്ക് ഇടപെടലും പോക്കുമൊക്കെ സൂക്ഷിച്ചു വേണം ഇടപെടാൻ. ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയാണ് കൊച്ചമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടില്ല. ഇവർ ഇടപെടുന്നതിൻ്റെ രീതികൾ വശീകരണമുള്ള വേശ്യാ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മനുഷ്യർ പിന്നെ സൂത്രത്തിലും ചതിവിലും കൊണ്ടുപോകും. തന്ത്രത്തിൽ സഭയുടെ ആ ക്ലാരിറ്റി ഇല്ലാതാക്കികളെ. അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ടായി പറയുന്നത്. അങ്ങനെയുള്ള വേലക്കാരെയൊക്കെ ഞങ്ങൾ ശാസിച്ച് അകറ്റിയിട്ടുണ്ട്. കാരണം അവരുടെ കുറ്റമല്ല, അവർ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ ഈ വീണുപോയ സ്പിരിറ്റെല്ലാം കയറും. അങ്ങനെ ആത്മീയരല്ലാത്ത വിശ്വാസികൾക്ക് പിന്നെ അതിനോട് ഐക്യം. അങ്ങനെയാണ് വ്യവസ്ഥയില്ലാത്ത ചിലരെ സഭയിൽ പൊക്കുവയ്ക്കുന്നത്. അവരെ മാറ്റാമെന്ന് വെച്ചാൽ അവരെ മാറ്റില്ലയോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവനാണ് എന്നും പറഞ്ഞ് ഇതിൻ്റെ പുറകെ കടിച്ചു പോയി കിടക്കുന്ന ഇതാണ്. അതൊക്കെ സൂക്ഷിച്ചു വേണം. നിങ്ങൾ ഇസബേൽ എന്ന സ്ത്രീയെ അനുവദിച്ചു ഒരു കുറ്റം നിങ്ങൾക്കുണ്ട്. അതെല്ലാം തിരിച്ചറിയില്ലാതെ വിശ്വാസികൾ കൈകൊട്ടി നടന്നുകൊണ്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. വേദപുസ്തകം ശരിക്കും വായിച്ച് പഠിക്കണം. സ്തോത്രം. ഇവിടെ വായിക്കുമ്പോൾ ഈ പെരുവെള്ളത്തിലിരിക്കുന്ന വേശ്യ താഴോട്ട് വായിച്ചു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായ ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടിഞ്ചുവപ്പുള്ളൊരു മൃഗത്തിന്മേൽ ഒരു ഇത് പൊളിറ്റിക്കൽ ലീഡറാണ്. ഇപ്പം പൊളിറ്റിക്കൽ ലീഡറിൻ്റെ കൂടെ തന്നെ കാണുന്ന ഈ സ്ത്രീ, അതാണ് മതം. അതാണ് വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ പൊളിറ്റിക്സ് ലീഡറും വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ റിലീജിയസ് ലീഡറും. ക്രിസ്തീയ സഭകൾ ഉൾപ്പെടെ. ഇപ്പോൾ കത്തോലിക്കരൊന്നും കിടന്ന് കുസ്തി പിടിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമുമായിട്ട് കുസ്തി പിടിക്കേണ്ട, ഇസ്ലാം കത്തോലിക്കരോടും കുസ്തി പിടിക്കേണ്ട. പിന്നെ BJP-ക്കാർ ഇസ്ലാമികളോടും യുദ്ധം ചെയ്യേണ്ട. ഇതെല്ലാം ലാസ്റ്റ് ഒന്നാകും, എല്ലാം ഒന്നാകും. സൂക്ഷിക്കേണ്ട പെന്തിക്കോസുകാർ മാത്രം കേട്ടോ. നിങ്ങളും ഞാനും മാത്രം ബുദ്ധിയോടെ ജീവിച്ചാൽ മതി. കാരണം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ. അതുകൊണ്ട് ഇന്നിവർ കാണിക്കുന്ന ബഹളങ്ങളൊന്നും ഇപ്പോൾ ക്ലബ് ഹൗസിലും ഇല്ലേ, അനിൽ കൊടുത്തോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെബാസ്റ്റ്യൻ പുന്നക്കലോ പറയുന്ന കുറേ കാര്യം സത്യങ്ങളുണ്ടില്ലെന്നല്ല. പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ ഒരു വേർതിരിയും ചെമ്മരിയാടും കോലാടും. ദൈവത്തിനുള്ള യഥാർത്ഥ ദൈവമക്കൾ ഈ വിഭാഗത്തിലെല്ലാം കാണും. കത്തോലിക്ക മുതൽ ഇങ്ങോട്ട് സത്യം അറിയാവുന്നവരും സത്യത്തിന് സ്നേഹിക്കുന്നവരെല്ലായിടത്തും ഉണ്ട്. അവർ സെപ്പറേറ്റഡ് ആകും. ഒന്നുകിൽ അവർ രൂപാന്തരപ്പെടും, അല്ല രക്തസാക്ഷികളാകും. ബാക്കിയുള്ള ഇവരെല്ലാം കൂടെ ഒരൊറ്റക്കെട്ടായിട്ട്
ദൈവമക്കൾക്കെതിരായിട്ട് തിരിയും സത്യമാണ്. അത് ക്രിസ്ത്യാനികളുണ്ട്, അക്രൈസ്തവരുണ്ട്, ഇസ്ലാമിസ്റ്റുകളുണ്ട്, എല്ലാം ചേർന്നൊറ്റക്കെട്ടാണ്. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ. കാരണം മുദ്ര ഏറ്റുകഴിഞ്ഞാൽ ഇതെല്ലാം നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ കോപത്തിന് നാമും പാത്രീഭാഗങ്ങളായിത്തീരും. അപ്പോൾ ഈ സ്പിരിറ്റ്, അതാണ് ബാബിലോണിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതൊരു വ്യാപാരമാണ്. അതുകൊണ്ടാണ് 18-ാം അധ്യായത്തിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ ഇതെല്ലാം കൊലാപ്സാകും, ബാബിലോൺ വീണുപോയി. ഇല്ലേ? ഇതില്ലേ അതിനകത്ത് വായിച്ചു? അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. അപ്പോൾ ജനീവയിലാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ആസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നെങ്കിലും വേൾഡ് ട്രേഡിംഗ് സെൻറ്റർ അമേരിക്കയുടെ തകർച്ച കളഞ്ഞു. അത് ഇറാഖിലൂടെ കൊണ്ടുവരുന്നതാണ്. ഇറാഖ് അതിൻ്റെ ഒരു സ്ഥാപനമായി മാറും. അങ്ങനെ അവിടെ കച്ചവടം ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യപ്രാണൻ. മനുഷ്യനെ എവിടേക്ക് വേണം? സ്ത്രീയെ വേണം, പുരുഷനെ വേണം, ആരെയും കിട്ടും. കാരണം ഈ പലരെയും അടിമകളാക്കിക്കൊണ്ട് പോകുന്നില്ല. അടിമകളാക്കിക്കൊണ്ട് പോകുന്നവർ അടിമയാകും. അത് പെന്തിക്കോസുകാരും കാണും, മറ്റു പലരും കാണും. പണ്ടുമൊക്കെ അങ്ങനെ ആയിരുന്നു. ഓരോ രാജാക്കന്മാർ യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരെ അടിമയാക്കി കൊണ്ടുപോകും. ഈ അന്ത്യക്രിസ്തുവിൻ്റെ കാലത്തും ക്രിസ്ത്യാനി വിശ്വാസികളും ക്രിസ്ത്യാനികളും അല്ല മറ്റു പലരും ദൈവത്തിന് വേണ്ടി തീക്ഷ്ണത കാണിക്കുന്നവരെല്ലാം ഇവനെ അടിമപ്പെടുത്തി കൊണ്ടുപോയിട്ട് അവരെ വിൽക്കും. അവരുടെ ഓർഗൻസ്, അവയവങ്ങളെടുത്ത് പാഴ്സായിട്ട് വിൽക്കും. അതുകൊണ്ടാണ് ആ വാക്യം മാത്രം വായിച്ച് മനുഷ്യപ്രാണൻ, മനുഷ്യൻ, ഇതിനെല്ലാം ജഡം, ദേഹം, ദേഹി എന്ന് വായിച്ച് വരേണ്ടത്. മനുഷ്യദേഹം. മനുഷ്യദേഹം. എത്രാം വാക്യം? 13-ാം വാക്യം. 18-13. മാനുഷ്യദേഹം, പിന്നെ മനുഷ്യപ്രാണൻ. മാനുഷ്യപ്രാണൻ. അപ്പം മാനുഷ്യദേഹം കിട്ടും. കച്ചവടത്തിന് വെച്ചിരിക്കുക, ആണിൻ്റെയും പെണ്ണിൻ്റെ എല്ലാം. അങ്ങനെ ഒരു അരാജകത്വമായ ഭരണം ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മുദ്രയേക്കാത്തവനെല്ലാം കൊണ്ട് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുമല്ലോ. അവരുടെ പാർട്സ്, കിഡ്നി, പിന്നെ ഹാർട്ട്, ലിവർ എല്ലാം ഇത് മാറ്റി വെക്കാമല്ലോ. എല്ലാം സെപ്പറേറ്റാക്കി എടുത്തിട്ട് അവൻ്റെ ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് കൊടുക്കും. ഹിറ്റ്ലർ ചെയ്ത പോലെ കൊഴുപ്പോട് എടുത്ത് സോപ്പുണ്ടാക്കി. ഹിറ്റ്ലറിൻ്റെ കാലത്തിൽ യഹൂദന്മാരെ കൊന്ന് അവൻ്റെ കൊഴുപ്പെടുത്ത് സോപ്പുണ്ടാക്കി. അതുകൊണ്ട് ഈ ശരീരമൊക്കെ പൂഷിക്കുന്നവന് ശ്രദ്ധിച്ചോണം. കൈവിടപ്പെട്ടു പോയാൽ അവൻ സോപ്പുണ്ടാക്കാനേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് നല്ല സമയം കർത്താവിന് വേണ്ടി ജീവിച്ച്, ചിലരുടെ ശരീരം ജന്മസിദ്ധമായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനഃപൂർവ്വം ഇതിനൊന്നും പോഷിപ്പിക്കാൻ പോകരുത് ശരീരത്തെ. അങ്ങനെ ഈ ബാബിലോണ്യ സാമ്രാജ്യം, മതവും രാഷ്ട്രീയവും എല്ലാം ഏകീകരിക്കപ്പെടും. എന്നാൽ ഇതിൻ്റെ അവസാനത്തിൽ ഈ എതിർ ക്രിസ്തു ഒലിവുമലയിൽ കർത്താവായ യേശു അന്ന് അവൻ്റെ കാൽ യെരുശലേമിനെതിരെ വായിച്ചു. 14-ാം അധ്യായം സക്കറിയ 14 വായിക്കുമ്പോൾ ഇസ്രായേലിന് വേണ്ടി യുദ്ധത്തിനായിട്ട് ഇറങ്ങി വരുന്ന സമയം, ആ സമയത്ത് കർത്താവിൻ്റെ കാൽ യെരുശലേമിനെതിരെ ഒലിവുമലയുടെ വായിച്ച്, അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും, പിന്നെ പിളർന്നു പോകും. അതാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവായ യേശു വെള്ളക്കുതിരപ്പുറത്ത് തൻ്റെ വിശുദ്ധന്മാരുമായി ഈ വരുന്ന വരവിനെയാണ് വെളിപ്പാട് പുസ്തകം 19-11 വായിക്കാം. വായിച്ചു കഴിഞ്ഞു. നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യും. പിന്നെ അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അപ്പോൾ കർത്താവും എടുക്കപ്പെട്ട വിശുദ്ധന്മാർ, നിങ്ങൾ ഞാനും കാണും ആ കൂട്ടത്തിൽ, തേജസ്സിൻ്റെ വസ്ത്രത്തോടുകൂടി രൂപാന്തര ശരീരത്തോടുകൂടി സ്വർഗീയ രഥങ്ങളിലും കുതിരകളിലും പ്രത്യക്ഷമാകുന്ന സമയമാണ്. അപ്പോൾ ഇവർക്കൊരു അബദ്ധം പറ്റും. ഈ എതിർ ക്രിസ്തുവിന്, ഈ സഖ്യസൈന്യങ്ങൾക്കെല്ലാം ഒരു അബദ്ധം പറ്റുന്നത്, അപ്പോൾ അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ സൈലൻ്റ് ആണല്ലോ. അപ്പോൾ അവരുടെ ബുദ്ധിയിൽ തോന്നുന്നത് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കയും ഇംഗ്ലണ്ടും സഖ്യരാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് സൈന്യങ്ങളുമായിട്ട് വരികയാണ്, ഒലിവുമലയിൽ ഇറങ്ങി വരികയാണ്. അപ്പോൾ യേശു പറഞ്ഞില്ല, മത്തായിയുടെ സുവിശേഷം 24:15 വായിക്കുമ്പോൾ, അന്ന് വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ, അവൻ മലകളിലേക്ക് ഓടിപ്പോട്ടെന്നാണ്. വാക്യം പെട്ടെന്ന് എടുത്തെങ്കിൽ വായിക്കാം. അവർ മലയിലേക്ക് ഓടിപ്പോടുന്ന യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്തിൽ നിങ്ങൾ ബുദ്ധിയോടെ ആ മലയിലേക്ക്, ഏത് മലയിൽ? സക്കറിയ 14-ാം അധ്യായത്തിൽ കാണുന്ന മല, ഒലിവുമലയിലേക്ക് ഓടിക്കണം. ഇന്നിപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയുന്ന ഒലിവുമല 2ആയിട്ട് പിളർന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഒരു വിള്ളലുണ്ടായിട്ട് അവിടുന്ന് ഒരു താഴ്വര ഉരുവായിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. വായിച്ച് 24:15. നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോയിക്കൊള്ളട്ടെ. പിന്നെ വീട്ടിന്മേൽ ഇരിക്കുന്നവർ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന്. ഈ വാക്യം അറിയാവുന്നവര് ഈ പറഞ്ഞ 154,000 പേര് മുദ്രയിട്ടവരും അല്ലാത്തവരും കാണുമായിരിക്കും.
അവർ ഈ വാക്യത്തെ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർ ഒലിവുമലയിലേക്ക് ഓടും. ഇപ്പം ജനം ഒലിവുമലയിലേക്ക് ഓടുന്നു കാണുമ്പോൾ ഈ എതിർക്രിസ്തു സൈന്യം വിചാരിക്കും ഈ അമേരിക്കയ്ക്ക് ഇങ്ങനെ ന്യൂട്രലായിരുന്നല്ലോ, അപ്പോൾ ഇവരെ സഹായിക്കാൻ സൈന്യമായിട്ട് ഒലിവുമലയിൽ വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെല്ലാം കൂടി അങ്ങോട്ട് ചെല്ലും. അപ്പോഴും ഒരു ഭൂകമ്പുണ്ടാകും. ആ ഭൂകമ്പത്തിന് കുറേ തകരും. അങ്ങനെ ഒലിവുമലയുടെ ഇറക്കത്തിൽ ചെന്ന് ലീഡർ നിൽക്കുക ആരാ? എതിർക്രിസ്തു ഓൾ വേൾഡിൻ്റെ ലീഡറായിട്ട് നിൽക്കുകയാണ്. ക്ലൈമാക്സ് ആകട്ടോ, ഈ സംഭവത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് വരിക. അങ്ങനെ അവൻ മുഴുവൻ ലോകത്തിൻ്റെ പ്രതിനിധിയായിട്ട് ലീഡറായിട്ട് ഒലിവുമലയുടെ ഇറക്കത്തിൽ ഈ വരുന്ന രാജാവിനെയും കൂട്ടരെയും യുദ്ധം ചെയ്യാൻ റെഡിയായി നിൽക്കുമ്പോൾ കർത്താവ് തൻ്റെ വായിൻ ശ്വാസത്താൽ, വായിക്കാം 19:17 വായിച്ചു. വെളിപ്പാട് ദിവസം 19:17 മുതൽ ഒരു ദൂതൻ സൂര്യൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരു ദൂതൻ സൂര്യനെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും ഒരു വിരുന്നിന്. അപ്പോൾ ഈ ദൂതൻ അന്ന് പക്ഷികളെല്ലാം വിളിക്കുക, ഒരു വിരുന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആരാ? എതിർക്രിസ്തു സൈന്യവും. വായിക്കാം. രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരപ്പുറത്തിരിക്കുന്നവന്റെ മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിൽ നിന്ന് വന്ന് കൂടുവീൻ എന്ന് ഉറക്കെ. ഒരുപാട് സൈന്യങ്ങളിവിടെ കിടക്കുകയല്ലേ, യവന്മാരെ ഇല്ലാതാക്കണ്ടേ? അതിന് അവസാനത്തെ അത്താഴം പക്ഷികൾക്കെല്ലാം വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ ഈ പരുന്തുകളും ഗരുഡന്മാരും കഴുകന്മാരെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അതിൻ്റെ പരിസരങ്ങളിലൊക്കെ. നാളൊരു ഇതിൽ വായിക്കുന്നത് ന്യൂസ് ഫ്രം ഇസ്രായേലിൽ ഇങ്ങോട്ട് ഞാൻ വായിച്ചതാണ്. അപ്പോൾ ഇതായിട്ട് സംഭവം. തേനീച്ചകളും വർദ്ധിക്കുന്നതാണ്. തേനും പാലും ഒഴുകുന്ന രാജ്യമായിട്ട് മാറണ്ടേ? അപ്പോൾ ഇതെല്ലാം ഇന്ന് അതിനകത്ത് വായിച്ചു. അതോട്ട് വായിക്കാം. കുതിരപ്പുറത്തിരിക്കുന്നവരോടും ആര്? രാജാവും കർത്താവും സേനയുടെ അധിപനുമായ യേശുക്രിസ്തുവിനോടും. വായിക്കാം. അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും തന്നെ. ആ അന്ത്യക്രിസ്തു തന്നെയാണ് യുദ്ധം നയിക്കുന്നത്. സകല രാജ്യങ്ങളും ഈ കിഴക്കൻ രാജ്യമൊക്കെ അപ്പം ഇവരൊന്നാകും കേട്ടോ. ഈ സംഭവം നടക്കുമ്പോൾ ഈ കിഴക്കൻ രാജാക്കന്മാരും ഈ റഷ്യയുടെ സൈന്യങ്ങളും ഇതെല്ലാം ഒന്നാകും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, റഷ്യയെ 6 ശേഷിപ്പിച്ച് കൊണ്ടുവരിക. അതായത് യുക്രൈനിലൊക്കെ കിടന്ന് ഇങ്ങനെ കറങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ദേവാദിദേവനും കർത്താവുമായ യേശുക്രിസ്തു രാജാവും, ഇവർക്കറിയത്തില്ല ഇത് യേശുവാണെന്ന്. അവർ ധരിക്കുന്നത് അമേരിക്കയുടെ സൈന്യങ്ങളാണ് വരുന്നത്. അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ ഭൂരാജാക്കന്മാരും എതിർക്രിസ്തു എല്ലാം കൂടെ ചേർന്ന് ഒലിവുമലയുടെ ഇറക്കത്തിൽ വന്ന് നിൽക്കും. കർത്താവ് തന്നെ വിശുദ്ധന്മാരുമായി തേജസ്സിൻ്റെ കുതിരകളിൽ തേജസ്സിൻ്റെ ശരീരത്തോടെ ഇറങ്ങി വരുമ്പോൾ വായിക്കാം. കുതിരപ്പുറത്തിരിക്കുന്നതിനോടും മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളെയും മനുഷ്യരെ ചതിച്ചു മൃഗത്തിന്റെ മുദ്ര ഏൽക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകൻ, അതായത് മതങ്ങളുടെ എല്ലാം മൂർത്തി റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു നേതാവ്. അത് ഇന്നാതെന്ന് പറയുന്നത് നമുക്കൊക്കത്തില്ല, അന്നേരം കണ്ടോണം. അത് ഒരു സമൂഹത്തിൻ്റെ അല്ല, എല്ലാ വിഭാഗത്തിനും കൂടെ ചേർന്ന് ഒരു തലവും വരും. അതിലെല്ലാം കാണും. എല്ലാ മതങ്ങളും, ഹിന്ദു മതവും ക്രിസ്തീയ മതവും മുസ്ലിം മതവും എല്ലാം കൂടെ ചേർന്ന് ഒരുത്തിൻ്റെ കീഴിൽ വരും. അതാണ് ഈ തന്ത്രം. അപ്പോൾ ആ കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പുകയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഇന്നാൾ ഒരുത്തം പറഞ്ഞു, അവിടെ ആ സമയത്തൊക്കെ ഈ എണ്ണപ്പാടം കത്തത്തില്ലേ, കുവൈറ്റിൽ എണ്ണപ്പാടം കത്തി എന്ന് പറഞ്ഞ പോലെ അവിടെ കത്തുന്ന എണ്ണപ്പാടത്തിലേക്ക് പിടിച്ചിടുമെന്നാണ്. നമുക്കറിയത്തില്ല, അതൊക്കെ നമുക്ക് കാണാം. അതുവരെ കാണണം കേട്ടോ, എല്ലാവരും കാണണം. ആ സമയത്ത് എന്നാ സംഭവമൊക്കെ നടക്കാൻ പോകാമെന്നറിയാം. അതുകൊണ്ട് ഈ ലാഭമൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് വല്ല വിധേനയും മരിച്ചു വരുന്നൊരു പുനരുത്ഥാനത്തിന് വേണ്ടി റെഡി ആയിക്കോ. ചിലരോട് പറയാറുണ്ട്, ഈ സത്യമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആപത്തല്ലെന്ന്. എന്തോ ആപത്തോ? തലവിട്ട് പോകും. തലവിട്ടിയത് നല്ലതല്ലേ? നമ്മൾ ഉയർത്തി നിൽക്കുമല്ലോ. നമ്മളാരും കൊല്ലാനും ഉപദ്രവിക്കാനും പോകുന്നില്ല. ഒരിക്കൽ നമ്മുടെ വർഗീസ് പാഷ പറഞ്ഞു, കൊട്ടാരക്കരയിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെ ഫോൺ വരുന്നു, ചെറിയ കുഞ്ഞിങ്ങനെ ജിഹാദികൾ എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർ തെറ്റി. ജിഹാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റിൻ്റെ വാക്കൊന്നുമില്ല. അത് ബൈബിളിൽ എന്നേ ഉള്ളതാണ്, ഇല്ലയോ? വായിച്ചേ, യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിച്ചേ.
വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. യോവേൽ 3:9. ഇത് ജാതിയുടെ ഇടയിൽ വിളിച്ചു പറയുവിൻ, വിശുദ്ധ യുദ്ധത്തിന് വിശുദ്ധ ഒരുങ്ങിക്കൊള്ളുവിൻ. യുദ്ധം എന്ന് പറഞ്ഞാൽ ഹോളി വാർ. ഇത് എത്ര വർഷത്തിന് മുമ്പാ? ഇസ്രായേലിൽ നടക്കാൻ പോകുന്ന ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അറബി വേർഡാണ്. അറബി വേർഡ് ജിഹാദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ യുദ്ധം. അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങളൊരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി വരിക എന്നവർ പറയുന്നുണ്ട്. ഇസ്രായേലിനെതിരായിട്ടുള്ള വിശുദ്ധ യുദ്ധം. അത് യോവേൽ പ്രവചനത്തിൻ്റെ വാക്കാണ്. യോവേൽ പ്രവചനം എന്ന് പറയുന്നത് ഇതൊക്കെ എഴുതി കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞ് ഇസ്ലാം മതമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ഇസ്ലാമിനെ ഉദ്ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സത്യം എഴുതി വെച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ജിഹാദ് എന്നുള്ള വാക്ക് മുസ്ലിങ്ങളല്ല ആദ്യം എടുത്തത്, യോവേൽ പ്രവാചകനാണ് പറഞ്ഞിരിക്കുന്നത്. അത് മലയാളത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വിശുദ്ധ യുദ്ധത്തിന് ഹോളി വാർ. ഹോളി വാർ എന്നാണ് വിശുദ്ധ യുദ്ധം, ജിഹാദ്. അപ്പോൾ ആ ജിഹാദിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. അതെവിടാ? യഹോശാഫാത്ത് താഴ് വരെ. അതാണ് ഹർമദോൻ യുദ്ധം. എല്ലാവരും യഹോശാഫാത്ത് താഴ് വരെ കൊണ്ടുവരും. ഇവിടെ വെച്ച് അവസാനത്തിൽ തലവൻ എതിർ ക്രിസ്തുവും ഭൂരാജാക്കന്മാരെല്ലാം ചേർന്ന്, കിഴക്കൻ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒലിവുമലയിലേക്ക് നീങ്ങും. അവിടെ വെച്ച് തന്നെ ഭൂകമ്പം ഉണ്ടാകും. മാത്രമല്ല കർത്താവ് തൻ്റെ വായിൻ ശാസ്ത്രത്താൽ വായിച്ച 19 നേരത്തെ വായിച്ചതിൻ്റെ താഴെ കള്ളപ്രവാചകനെ പിടിച്ചു കെട്ടി 19:20 വാക്യം വെളിപ്പാട് പുസ്തകം. മൃഗത്തെയും അതിന് മുമ്പാകെ ഞാൻ ചെയ്ത അടയാളങ്ങൾ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും. അപ്പൊ ദൂതന്മാരിങ്ങനെ നിൽക്കുക കേട്ടോ. ദൂതന്മാരുടെ ഒരു സംഘം തന്നെ കാഹളമായിട്ട് നിൽക്കുകയാണ്. തങ്ങളുടെ രാജാവ് ജയമെടുത്ത അവർ ഭൂതാൻ റെഡിയായി നിൽക്കുകയാണ്. എല്ലാത്തിനും കാഹളം തോന്നല്ലോ. അവരിങ്ങനെ 10,000 ഇങ്ങനെ ആകാശത്തിന് ഇവരുടെ ഈ റൗണ്ട് അടിച്ച് നിൽക്കുകയാണ്. എന്തിനാ? കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും പിടിച്ചു കെട്ടി ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് ജീവനോടെ തള്ളിക്കളയും. അപ്പോൾ ആര് ജയിച്ചു? സ്വർഗത്തിലെ രാജാവ്. ഈ സമയത്താണ് വെളിപ്പാട് പുസ്തകം 11:15 ദൂതന്മാർ കാഹളം ഊതും. 7ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ വായിക്കാം, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ആർക്കും, അതാണ് അന്ന് മുതലാണ് സഹസ്രാബ്ദ വാഴ്ച. യെശയ്യാ 32 വായിക്കുമ്പോൾ 1 ഒരു രാജാവ് നീതിയോടെ വാഴും. യെശയ്യാ 11-ാം അധ്യായത്തിൽ കാണുന്ന ആ ഏകീകരണ രാജ്യം, യെശയ്യാ 65 കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഈ ഭൂമിയിലുണ്ട് കേട്ടോ, ആരും നഷ്ടപ്പെടുത്തരുത്. ആ 1000 വർഷ ഭരണത്തിന് വേണ്ടി ഇപ്പോഴേ തയ്യാറായിക്കോണം. വിശ്വാസത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിക്കോണം. കിട്ടുന്ന സമയം നല്ല കാര്യങ്ങൾ ചെയ്തോണം, നന്മ പ്രവൃത്തി ചെയ്തോണം, നല്ലത് ചിന്തിക്കുക, നല്ലത് സംസാരിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ആർക്കും ദോഷം ചെയ്യരുത്, ആരെയും ശപിക്കരുത്. നന്മ ചെയ്ത് നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും നമ്മുടെ ആത്മ ഉയർക്കും. കർത്താവായ യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച ആ ത്യാഗം ഓർത്തോണം. അവൻ്റെ രക്തത്താൽ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും അവർ അവനെ ജയിച്ചു. സാത്താൻ മുഴു ശക്തിയോട് പ്രവർത്തിക്കുന്ന കാലത്തിൽ വീടുകളൊക്കെ ഇതങ്ങ് സംസാരിക്കുകയാണ്. പിള്ളേരെ പഠിപ്പിച്ച് കൊമ്പേ കയറ്റി ശമ്പളം വാങ്ങിക്കാന്നൊക്കെയുള്ള കാലം പോയി. അതുകൊണ്ട് എപ്പോഴും അതൊക്കെ ദൈവം തന്നോളും. നിങ്ങളെപ്പോഴും നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മക്കളെ ഇത് മനസ്സിൽ കയറ്റേ. ചുമ്മാതെ ടെലിവിഷൻ ഓപ്പൺ ചെയ്തിട്ട് കാണുന്ന കൊണ്ടടച്ചാലെല്ലാം കണ്ടുകൊണ്ട് മനസ്സ് എടുത്താതെ ഇതൊക്കെ നേരത്തെ നോക്കേണ്ടിയിരുന്നു. നിങ്ങളുടെ കുറ്റമായതൊക്കെ. മക്കളെ വളർത്തിയപ്പോഴേ മക്കളെ വളർത്തേണ്ട രീതി വളർത്താൻ പലരും മറന്നുപോയി. കാശുണ്ടാക്കാനും വേണ്ടാത്ത കാര്യം തറയിടാനും ഒക്കെ പോയി കുടുംബങ്ങൾ പലതും ശിഥിലമായി പോയി. ഇപ്പോഴാണ് ചിന്തിച്ചിട്ട് കാര്യമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള സമയത്തെങ്കിലും നിങ്ങൾ നിലവിളിക്ക് കടന്ന് നിങ്ങളുടെ കരച്ചിലും നിലവിളിയും കാണുമ്പോൾ മക്കൾ നിങ്ങളെക്കുറിച്ചൊരു സഹതാപം തോന്നും. അങ്ങനെ തിരിച്ചു വരാൻ സാധ്യതയാകും. വീട്ടിലെ പ്രാർത്ഥനകൾ ദൈവിക അന്തരീക്ഷം ഉണ്ടാക്കുക, അശുദ്ധമായ കാര്യങ്ങൾ ചിന്തിക്കാതെ സംസാരിക്കാതെ അങ്ങനെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരു സന്തോഷമായ ജീവിതം ചെയ്ത് കർത്താവിൻ്റെ വരവിൽ ഒരുങ്ങാം. നമ്മുടെ യേശു വെളിപ്പെടാൻ പോവുകയാണ്. അവൻ്റെ മുഖശോഭ നാം കാണാൻ പോവുകയാണ്. യെശയ്യാ 33:17 വായിക്കുമ്പോൾ രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടുകൂടി നാം ദർശിക്കാൻ പോവുകയാണ്. കണ്ണുടയ്ക്കുക, കർത്താവിലേക്ക് കണ്ണു ഉയർത്തുക. ആമേൻ. ശോഭിത നഗരത്തോടടുക്കും തോറും അത്യാശയനുള്ളിലേറുന്നേ. ശോഭിത നഗരത്തോടടുക്കും തോറും എപ്പോഴും അത്യാശയനുള്ളിലേറുന്നേ. ഒന്ന് മാത്രം
കൂടെ വാഴണോ ശോഭിത നഗരത്തോടടുക്കും തോറും എപ്പോഴും അത്യാശയെന്നുള്ളിലേറുന്നേ ശോഭിത നഗരത്തോടടുക്കും തോറും എപ്പോഴും അത്യാശയെന്നുള്ളിലേറുന്നേ ഒന്നു മാത്രം എന്റെ വാഞ്ച നിൻമുഖം കണ്ടെന്നുമെന്നും കൂടെ വാഴണോ 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 നിൻമുഖം എത്രയോ ശോഭയാ കാണുന്ന യേശുവേ നിൻമുഖം എത്രയോ ശോഭയാ കാണുന്ന യേശുവേ നിൻമുഖത്തെ തന്നെ നോക്കിയോട്ടമോടിക നിത്യതയെ തേടിടുമല്ലോ നിൻമുഖത്തെ തന്നെ നോക്കിയോട്ടമോടിക നിത്യതയെ തേടിടുമല്ലോ നിൻമുഖം എത്രയോ ശോഭയാ കാണുന്ന യേശുവേ നിൻമുഖം എത്രയോ ശോഭയാ കാണുന്ന യേശുവേ നിൻമുഖത്തെ തന്നെ നോക്കിയോട്ടമോടിയാൽ നിത്യതയെ തേടിടുമല്ലോ നിൻമുഖത്തെ തന്നെ നോക്കിയോട്ടമോടിയാൽ നിത്യതയെ തേടിടുമല്ലോ നിൻമുഖത്തെ തന്നെ നോക്കിയോട്ടമോടിയാൽ നിത്യതയെ തേടിടുമല്ലോ നിൻമുഖത്തെ തന്നെ നോക്കിയോട്ടമോടിയാൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ആമേൻ. എസെക്കിയേൽ പ്രവചനം 32-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തീവ്രവാദികൾ എല്ലാ രാജ്യങ്ങളും പല രാജ്യങ്ങളെയും വളയും. തീവ്രവാദികൾക്ക് വരുന്ന ന്യായവിധികൾ പോലും ആ 32-ാം അധ്യായം എസെക്കിയേൽ പ്രവചനത്തിലുണ്ട്. 7:24 ദേശത്തിലെ അതിദുഷ്ടന്മാർ വന്ന് പലരെയും ഉപദ്രവിക്കും. അവരെ ടെററിസ്റ്റുകൾ എന്നാണ്, ടെറർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെററിസ്റ്റുകൾ ഇന്ന് ലോകത്തിൽ പല രാജ്യങ്ങളിൽ, അതും എസെക്കിയേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ 32-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ സിറിയ ടെററിസ്റ്റുകളുടെ കീഴിലകപ്പെടും. അടുത്തത് 24-ാം വാക്യത്തിൽ ഏലാമ്യർ, പേർഷ്യ, ഇറാനിലാണ് 1979 ആദ്യമായിട്ട് ടെററിസ്റ്റുകളുടെ തീവ്രവാദികളുടെ സംഘടന ശക്തിപ്പെട്ടത്. ആ 24-ൽ ഇറാന്റെ കാര്യം പറയുന്നു. 26-ൽ ഗോഗ് മാഗോഗ് ഏദോമിയ സന്തതികളുടെ ആ ടെററിസ്റ്റുകളെ പറ്റി പറയുന്നു. 28-ാം അധ്യായ വാക്യത്തിലെ ഈജിപ്തും ലെബനോൻ, സീദോന്യരായ ലെബനോന്യരെ ആ ഭാഗത്തുള്ളതായ ടെററിസ്റ്റുകൾ 30-ാം വാക്യത്തിലും 32-ലും വായിക്കുമ്പോൾ നമുക്ക് ഈജിപ്തിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ഈ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ തീവ്രവാദി സംഘങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പലതും നശിച്ചൊടുങ്ങുകയാണ്. അവസാനത്തിൽ ഇതെല്ലാം മാറ്റപ്പെട്ട് ദൈവത്തിൻ്റെ സമാധാന രാജ്യം, യേശുക്രിസ്തുവിൻ്റെ രാജ്യം ഭൂമിയിൽ വാഴാൻ പോവുകയാണ്. ആ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദോഷവശങ്ങളെ വിട്ടുവിടാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരെയും കുറ്റം പറയേണ്ട, ഒരു മതത്തെയും കുറ്റം പറയേണ്ട, ഒരു നേതാക്കന്മാരെയും കുറ്റം പറയേണ്ട. നാം അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. നമ്മുടെ കടമ അതാണ്. നാം അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ആമേൻ. കഷ്ടങ്ങൾ നമ്മുടെ സുഹൃത്തായിട്ട് മാറാൻ പോവുകയാണ്. കഷ്ടങ്ങളെല്ലാം നമുക്ക് വേണ്ടി വരാൻ പോവുകയാണ്. പേടിക്കരുത്, ഭയപ്പെടരുത്. ദൈവം നിങ്ങളോട് കൂടി ഉണ്ട്.
എല്ലാ കഷ്ടങ്ങളിലും നിങ്ങളെ സഹായിക്കുന്നവൻ. ഇതാ ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ടോ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ധിരപരമന കച്ചനാര മനുഷ്യന കഷ്ടങ്ങൾ സഹിച്ചവൻ സന്തോഷിക്കുന്നേ. കഷ്ടങ്ങൾ സഹിച്ചവൻ കഷ്ടങ്ങൾ സഹിച്ചോനാമേശ്വരെ നോക്കിയിടുമ്പോ കഷ്ടങ്ങളെ സന്തോഷിക്കുന്നേ. കഷ്ടങ്ങൾ സഹിച്ചോനാമേശ്വരെ നോക്കിയിടുമ്പോ കഷ്ടങ്ങളെ സന്തോഷിക്കുന്നേ. കാണാതെ പോയതായ പാതയെ ധരിച്ചു ഞാനും പിൻഗമിച്ചിടൂ. കാണാതെ പോയതായ പാതയെ ധരിച്ചു ഞാനും പിൻഗമിച്ചിടൂ. നിൻമുഖം എത്രയോ ശോഭയായി നിൻമുഖം എത്രയോ ശോഭയായി നിൻമുഖത്തു തന്നെ നോക്കി ഓട്ടമോടിയ നിത്യതയിൽ ചേർന്നിടുമല്ലോ. നിൻമുഖത്തു തന്നെ നോക്കി ഓട്ടമോടിയ നിത്യതയിൽ ചേർന്നിടുമല്ലോ. വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നവൻ യേശു എന്റെ മുൻപിലുള്ളതാ. വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നവൻ യേശു എന്റെ മുൻപിലുള്ളതാ. പതറിനാതെ സ്ഥിരതയോടെ കൂട്ടമൂടി തിരച്ചിടാൻ അവരേറുന്നേ. 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 പതറിനാതെ കൂട്ടമൂടി തിരച്ചിടാൻ അവരേറുന്നേ. പതറിനാതെ അവരേറുന്നേ. പ്രാർത്ഥിക്കുക. ഈ നാളുകളിൽ ഞങ്ങൾ ജാഗ്രതയോടെ ബുദ്ധിയോടെ തെളിഞ്ഞ ബുദ്ധിയോട് ജീവിപ്പാൻ കൃപ തരണമേ. ഞങ്ങൾക്ക് ചുറ്റും വൈരികൾ, ശത്രു കർത്താവെ എങ്ങനെയും വീഴിക്കാൻ തക്കവണ്ണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ കർത്താവിനോട് ചേർന്നിരുന്നു നിന്റെ മുഖത്തെ നോക്കിക്കൊണ്ട് കർത്താവെ ഈ ഓട്ടം സ്ഥിരതയോടെ കർത്താവെ ഓടുവാൻ പതറിടാതെ സ്ഥിരതയോടെ നല്ലപോലെ പൊരുതുവാൻ ഓട്ടം തയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അതിനായി ഞങ്ങളെ തന്നെ താഴ്ച ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോട് സർവ്വസന്മാരും കർത്താവിൻ്റെ വരുവരെയും എന്നേക്കിരിക്കുമാറാകട്ടെ.